ഏത് തക്സ മാറി ചൊല്ലിയാലും അവിടെ ഒരു കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. കർത്താവെ, ഞങ്ങൾ ആരുടെ പെരുന്നാൾ ആചരിക്കുന്നുവോ, ആരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നുവോ, അവരുടെ സുഹൃത ജീവിതത്തെ അതേപടി അനുകരിക്കുവാൻ ഞങ്ങളെയും ഇടയാക്കണമേ. നമ്മൾ ഓരോ വിശുദ്ധരുടെ പെരുന്നാൾ ആചരിക്കുമ്പോഴും അവർ നമുക്ക് മുമ്പിൽ വളരെ ഭംഗിയുള്ള, ശോഭയുള്ള, സുഹൃതമുള്ളൊരു ജീവിതം നയിച്ചിട്ടാണ് അവരെല്ലാം കടന്നുപോയത് ഈ ലോകത്തിൽ നിന്ന്. ഇവിടെ നമുക്കും അവരെ പോലെ സുഹൃതമുള്ള, ഭംഗിയുള്ള, അഴകുള്ളൊരു ജീവിതം ഇവിടെ നയിപ്പാൻ തക്കവണ്ണം ഇടയാകണം. രണ്ടാമതായ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നുണ്ട്, കർത്താവെ, ഞങ്ങൾ ആരുടെ പെരുന്നാൾ ആചരിക്കുന്നുവോ, ആരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നുവോ, അവർക്ക് നിന്റെ രണ്ടാമത്തെ വരവിൽ ലഭിക്കുന്ന സ്വർഗീയ അവകാശത്തിനും ഓഹരിക്കും ഞങ്ങളെയും അർഹരാക്കണമേ. നമ്മുടെ കർത്താവ് വീണ്ടും വരും. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ കർത്താവ് വീണ്ടും വരും. നമ്മുടെ കർത്താവ് വീണ്ടും വരുമ്പോൾ അവന് വേണ്ടി ജീവിച്ചവർക്കെല്ലാം തിരുസന്നിധിയിൽ ഒരു ഓഹരിയും അവകാശവുമുണ്ട്. ആ ഓഹരിയും അവകാശവും ഈ വിശുദ്ധർക്കൊക്കെ അവകാശപ്പെട്ടതാണ്. അതിലേക്ക് നാമും പങ്കുകാരായി തീരുവാൻ തക്കോണമാണ് അവരുടെ പെരുന്നാൾ ദിനങ്ങളിൽ നാം ദേവാലയത്തിൽ കടന്നു വരുന്നതും അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നതും. ബാക്കിയുള്ളതെല്ലാം 3, 4, 5 എന്നൊക്കെയായി മാറ്റി നിർത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പരമപ്രധാനമായുള്ളത് ഇത് രണ്ടുമാണ്. അവരെ പോലെ സുഹൃതമുള്ളൊരു ജീവിതം നയിക്കുക, അവർക്ക് നമ്മുടെ കർത്താവിൻ്റെ വരവിങ്കൽ ലഭിക്കുന്ന അവകാശവും ഓഹരിയും അത് പ്രാപിക്കുവാൻ നാമും യോഗ്യതയുള്ളവരായി തീരുക. അതിലേക്ക് നമുക്കെല്ലാം ഒരുമിച്ച് നടന്നു നീങ്ങുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം ദിനവൃത്താന്തം 1-ാം പുസ്തകം 29-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. ദിനവൃത്താന്തം 1-ാം പുസ്തകം 29-ാം അധ്യായം 18-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഭാവവും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിങ്കലേക്ക് തിരിക്കണമേ. നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഈ വിചാരവും ഭാവവും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിങ്കലേക്ക് തിരിക്കണമേ. ഇസ്രായേൽ രാജാവായി 7 സംവത്സരം ഹെബ്രോനിലും 33 സംവത്സരം യെരുശലേമിലും വാണിരുന്ന മഹാനായ ദാവീദ് രാജാവിൻ്റെ അന്ത്യാഭിലാഷമാണ് ഈ വാക്യങ്ങളിൽ നാം വായിച്ച് കേട്ടത്. നിങ്ങൾക്കറിയാം, മഹാനായ ദൈവം തിരഞ്ഞെടുത്ത കഴിവുള്ളൊരു ഭരണാധികാരിയായിരുന്നു ദാവീദ് രാജാവ്. ദാവീദ് രാജാവ് യഹോവയ്ക്കായി ഒരാലയം പണിയുവാൻ തക്കോണം ആഗ്രഹിച്ചു. എന്നാൽ യഹോവയാം ദൈവം ദാവീദിനോട് പറയുന്നുണ്ട്, നീ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിപ്പാൻ തക്കോണം ഇടയാവുകയില്ല, നിന്റെ മകനാണ് ഞാൻ അതിനുള്ള നിയോഗം കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്രകാരം യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഒരു അരുളപ്പാട് കേട്ടതിന് ശേഷം ദാവീദ് ദൈവസന്നിധിയിൽ നടത്തുന്ന വലിയ പ്രാർത്ഥനയാണ് ഈ ദിനവൃത്താന്തം 1-ാം പുസ്തകം 28, 29 അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ ദാവീദ് നടത്തിയ വലിയൊരു പ്രാർത്ഥനയുടെ ഭാഗമാണ് ഈ സന്ധ്യയിലെ നമ്മുടെ ചിന്താവിഷയം. ദാവീദ് യഹോവയാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, നിന്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഈ വിചാരങ്ങളും ഈ ഭാവവും എന്നേക്കും കാത്ത് അവരുടെ ഹൃദയത്തെ നിങ്കലേക്ക് തിരിക്കണമേ. ഒരു മനുഷ്യൻ്റെ ജീവിത സായാഹ്നത്തിൽ അയാൾ പറയുന്ന വാക്കുകൾക്ക് വലിയ പ്രസക്തിയാണ് ഉള്ളത്. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ പറയുന്ന വാക്കുകൾക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് നേടിയ, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതയാത്ര കൊണ്ട് നേടിയ എല്ലാ അറിവുകളും അയാളുടെ ജീവിതത്തിൻ്റെ അവസാനങ്ങളിൽ അദ്ദേഹം പറയുന്ന വാക്കുകളിൽ, സംഭാഷണങ്ങളിൽ ഉണ്ടാകും. ലോകം കണ്ട മനുഷ്യൻ്റെ അറിവുകൾ തീർച്ചയായും വാർദ്ധക്യത്തിലായിരിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ സായന്തനത്തിലേക്ക് അടുത്തവരുടെ വാക്കുകളിൽ ഉണ്ടാകും. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ കാലത്തിന് സംഭവിച്ച ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ,
ഇങ്ങനെ വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ കേൾക്കുവാൻ നമുക്ക് സമയം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. സത്യത്തിൽ അവർക്ക് നമ്മോട് സംസാരിക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ തിരക്കുകൾ നിമിത്തമായി അവരെ കേൾക്കുവാൻ സാധ്യമാകാതെ പോകുന്നു, അവരുടെ അരികിലിരിക്കുവാൻ സാധ്യമാകാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രയാസകരമായ സത്യമാണ്. ഈ അടുത്തിടെ ഞാൻ വായിച്ച ഒരു കവിത വൃദ്ധപാഠങ്ങൾ എന്ന് പറയുന്നൊരു കവിതയാണ്. അതാരാണ് എഴുതിയത് എന്ന് രേഖപ്പെടുത്തലില്ല. എന്നാൽ അതിലെ ചില വരികൾ നമ്മുടെ വൃദ്ധരായ മനുഷ്യരുടെ ജീവിതവുമായി ഇന്നത്തെ കാലത്ത് ഏറെ ചേർന്ന് നിൽക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കവിത ആരംഭിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: വൃദ്ധരായാൽ വീഴാതെ നോക്കണം, വൃദ്ധരായാൽ വീഴാതെ നോക്കണം. നിങ്ങൾക്കറിയാം, വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന മനുഷ്യർ മിക്കവാറും ഈ ലോകവാസം വെടിയുവാനുള്ളൊരു കാരണം അവരുടെ ഒരു വീഴ്ചയാകാം. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർ കടന്നുപോയതിനെ സംബന്ധിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവരൊന്ന് വീണത് നിമിത്തമായിട്ടാണ് അവരുടെ ചലനങ്ങൾ നിലച്ചു പോയതും അവരൊക്കെ കടന്നുപോയതും, അല്ലേ? വീഴാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ ആ കവിത ആരംഭിക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: വൃദ്ധരായാൽ വീഴാതെ നോക്കണം, പിള്ളവാക്കുകൾ പൊള്ളയായി കാണണം. പിള്ളേരൊക്കെ വളർന്നു വലുതായി കഴിയുമ്പോൾ അവർക്ക് അപ്പനോടും അമ്മയോടും ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുവാനുണ്ടാകും. ആ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് വിചാരിച്ചുകൊണ്ടിരുന്നാൽ എന്നും മനപ്രയാസപ്പെടാൻ മാത്രമേ വാർദ്ധക്യത്തിലുള്ളവർക്ക് ഇടയാവുകയുള്ളൂ. കാരണം അപ്പനും അമ്മയും ചിന്തിക്കുന്ന അതേ ചിന്താലോകത്ത് നിന്നുകൊണ്ട് മക്കളാരും വാർദ്ധക്യത്തിലായവരോട് സംസാരിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. പലപ്പോഴും അവർ പറയുന്നതിനോടൊക്കെ മറുതലിച്ച് മാത്രമേ അടുത്ത തലമുറയ്ക്ക് എല്ലാ കാലത്തും സംസാരിക്കുവാൻ പറ്റുകയുള്ളൂ. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ദുരിതവും ദുഃഖവും ഒഴിഞ്ഞൊരു സമയവും പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. എപ്പോഴും അതോർത്ത് സങ്കടപ്പെടേണ്ടതായി വരും. അതുകൊണ്ടാണ് പറയുന്നത്, പിള്ളവാക്കുകൾ പൊള്ളയായി കാണണം. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് കേട്ടില്ല കണ്ടില്ല എന്നൊക്കെ നടിക്കാൻ തക്കവണ്ണം പറ്റണം. ഇവിടെ ഇരിക്കുന്ന വാർദ്ധക്യത്തിലുള്ളവർക്കും വാർദ്ധക്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഇത് ഏറെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധ്യമാകുന്ന വരികളാണ്. അതിനുശേഷം പറയുന്നത് ഇങ്ങനെയാണ്: പഴയ പാട്ടുകൾ പാടാതെ നോക്കണം, പുതിയ ഗാനങ്ങൾ മൂളാൻ പഠിക്കണം. അതൊരു സത്യമാണ്. നമ്മുടെ വാർദ്ധക്യത്തിലുള്ളവരുടെ ഏറ്റവും വലിയ ബലഹീനത എനിക്ക് തോന്നിയിട്ടുള്ള അവരിങ്ങനെ ഈ പഴംപുരാണം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തെടുത്തവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ കാലത്തെ മനുഷ്യരുടെ ഒരു കുഴപ്പം, ഇങ്ങനെ ഈ പഴയ കാര്യങ്ങൾ ഓർക്കുവാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത മനുഷ്യരുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമ്മൾ വളർന്നു വന്ന വഴി, ജീവിത ചുറ്റുപാടുകൾ, നമ്മെ സഹായിച്ചവർ, നമുക്ക് ബലം പകർന്നവർ, നമ്മെ ഓർത്ത് പ്രാർത്ഥിച്ചവർ, ഇങ്ങനെ ഒത്തിരി പേരുടെ പേരുകൾ ഈ പഴയ കാലത്തെ മനുഷ്യർക്ക് ഓർക്കുവാൻ തക്കവണ്ണമുണ്ട്. പഴയ കാലത്തെ മനുഷ്യർക്ക് ഓർക്കുവാനുണ്ട്. അവരതുകൊണ്ട് ബന്ധങ്ങളിൽ സമ്പന്നരായിരുന്നുവല്ലോ. അവർക്കറിയാം അവരെ സഹായിച്ചവരും അവരുടെ ജീവിതത്തിൻ്റെ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ കൂടെ കടന്നുപോയപ്പോൾ അവരെ സഹായിച്ചവർക്ക് താങ്ങായി തണലായി തുണയായി നിന്ന മനുഷ്യരെയൊക്കെ അവർ ഓർക്കും. എന്നാൽ ഇന്നത്തെ കാലത്തെ കുഴപ്പമെന്ന് പറയുന്നത് നമുക്കിവരെ ആരെയും ഓർക്കുവാൻ ഇടയാവുന്നില്ല എന്നുള്ളതാണ്. ബന്ധങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യരാണ് ഒരുമാതിരിപ്പെട്ട ഇന്നത്തെ മനുഷ്യരെല്ലാം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, പഴയ കാര്യങ്ങളൊന്നും പറയാതെ ഇരിക്കണം, പുതിയ പാട്ടുകൾ പാടാൻ പഠിക്കണം, കാലത്തിനൊത്ത് ജീവിക്കാൻ അവർ പഠിക്കണം. അതിനുശേഷം പറയുന്ന രണ്ട് വരികൾ ഇങ്ങനെയാണ്: മക്കൾ ചൊല്ലുന്ന കാര്യങ്ങൾ ചെയ്യണം, അവർ പറയുന്ന സ്വപ്നങ്ങൾ കാണണം. ഇത് സത്യമാണ്. മക്കൾ എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം അനുസരിക്കുകയും അവർ പറയുന്നത് പോലെ ജീവിക്കുവാൻ ഇടയാവുകയും ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക് നമ്മുടെ വാർദ്ധക്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ ഭവനങ്ങളിലെ വൃദ്ധ മാതാപിതാക്കൾ അങ്ങനെയുള്ള സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇരിക്കുന്ന വൃദ്ധരാകാത്ത മനുഷ്യർ, മിക്കവാറും പോകുന്ന ഇടങ്ങളിലൊക്കെ വൃദ്ധരായ മനുഷ്യരെ മാത്രമേ ഈ ഇടങ്ങളിൽ കാണുന്നുള്ളൂ. ഇവിടെയും അതിന് അപവാദമൊന്നുമില്ല. നമ്മളൊന്ന് എണ്ണി നോക്കിയാൽ നമുക്ക് അങ്ങനെയുള്ളവരെ മാത്രമേ ഇവിടെയും കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വൃദ്ധരാകാത്ത മനുഷ്യർ വായിക്കേണ്ട വേറൊരു കവിത കൂടെയുണ്ട്. അത് ഡോക്ടർ KS കൃഷ്ണകുമാർ എഴുതിയ ഒരു കവിതയാണ്. ആ കവിതയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: എക്സ്ട്രാ താക്കോൽ എന്നാണ്. എക്സ്ട്രാ താക്കോൽ. അതിനകത്ത് ഇങ്ങനെയാണ്, 3 വരികൾ 4 വരികൾ മാത്രമേ ആ കവിതയിലുള്ളൂ. അതാരംഭിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്:
ജോലി തീർന്ന് ഞാനാണ് ആദ്യം എത്തുന്നതെങ്കിൽ വീട് തുറക്കുവാൻ ഒന്നാമത്തെ താക്കോൽ, ഓഫീസ് വിട്ട് നീയാണ് വരുന്നതെങ്കിൽ വീട് തുറക്കുവാൻ രണ്ടാമത്തെ താക്കോൽ, സ്കൂൾ വിട്ട് നമ്മുടെ മോനാണ് വരുന്നതെങ്കിൽ വീട് തുറക്കുവാൻ മൂന്നാമത്തെ താക്കോൽ. അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അമ്മ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ താഴും താക്കോലും ഒന്നും വേണ്ടായിരുന്നു. നമുക്കിവരെ കേൾക്കാനും അടുത്തിരിക്കുവാനും ഒന്നും സമയമില്ലാതെ പോകുമ്പോൾ ഇവർ കടന്നുപോയി കഴിയുമ്പോൾ ഉള്ള ഒരു ജീവിതത്തെക്കുറിച്ചുകൂടി നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ടതാണ്. അവർ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ താഴും താക്കോലും ഒന്നും വേണ്ടാതെ വീടിനെപ്പോഴും കാവലായി ചില മനുഷ്യർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാർദ്ധക്യത്തിലെത്തുന്നവർ ഈ ലോകത്തിൽ നിന്ന് പിരിയുന്നതിന് മുൻപ് അല്പസമയം അവരുടെ അരികിലൊക്കെ ഇരുന്ന് അവരെ കേൾക്കുവാനിടയാവുക എന്നത് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതിയാണ്. അവരുടെ സംസ്കാര ശുശ്രൂഷ ഭംഗിയായി നടത്തുന്നതിലോ 3, 9, 30, 40 ഒക്കെ ആഘോഷകരമായി നടത്തുന്നതിലോ അല്ല നമ്മൾ ആനന്ദം കണ്ടെത്തേണ്ടത്. അതിനേക്കാൾ ഉപരിയായി അല്പസമയമൊക്കെ സാവകാശം അവരുടെ അരികിൽ പോയി ഇരിക്കാൻ തക്കവണ്ണമുള്ള സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ നാം കാണേണ്ടതാണ്. ഇപ്പം ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ സായന്തനത്തിൽ ദൈവസന്നിധിയിൽ നടത്തിയൊരു പ്രാർത്ഥനയാണിത്. അപ്പോൾ ആ സായന്തനത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകം കണ്ട ഒരു മനുഷ്യൻ്റെ അറിവിൻ്റെ, ലോകം കണ്ട ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രത ആ വാക്കുകളിൽ ഉണ്ട്. ആ വാക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് ദാവീദ് രാജാവിന് ജീവിതം എന്ത് ബോധ്യങ്ങളാണ് കൊടുത്തത് എന്നുള്ളത് വളരെ ഭംഗിയായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദാവീദ് രാജാവിന് ജീവിതം എന്ത് ബോധ്യങ്ങളാണ് പകർന്നു കൊടുത്തത് എന്നുള്ളത് തിരിച്ചറിയുവാൻ ഇടയാകും. 28, 29 അധ്യായങ്ങളിൽ വളരെ ഭംഗിയായി ദാവീദ് രാജാവിന് എന്തൊക്കെ ബോധ്യങ്ങളാണ് തൻ്റെ ജീവിതം കൊണ്ട് നേടുവാനിടയായത് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ആ അധ്യായങ്ങൾ സാവകാശം വായിച്ചാൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ അത് നമുക്ക് മനസ്സിലാകുന്നതാണ്. ദാവീദ് യഹോവയാം ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഒറ്റ കാര്യമാണ്: ദൈവമേ, എൻ്റെ മകനായ ശലോമോൻ്റെ ഹൃദയത്തിലും അതിനോടൊപ്പം തന്നെ ശലോമോനെ ഏൽപ്പിക്കുന്ന ദൈവജനത്തിൻ്റെ ഹൃദയത്തിലും, ഇവരുടെ രണ്ടുപേരുടെയും ഉണ്ട്. അത് അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനിടയാകും. ശലോമോൻ്റെ ഹൃദയത്തിലും ഉണ്ടാകണം, അതിനോടൊപ്പം ശലോമോനെ ഏൽപ്പിക്കുന്ന ദൈവജനത്തിൻ്റെ ഹൃദയത്തിലും ഈ വിചാരങ്ങളും ബോധ്യങ്ങളും ഒരു നാളും നഷ്ടമാകാതെ എപ്പോഴും അവരോട് കൂടെ ഉണ്ടാകണമേ. 4 ബോധ്യങ്ങളാണ് തൻ്റെ മകനിൽ നിന്നും തൻ്റെ മകനെ ഏൽപ്പിക്കുന്ന ദൈവജനത്തിൽ നിന്നും ദാവീദ് രാജാവ് പ്രതീക്ഷിക്കുന്നത്. ഒന്നാമത്തെ ബോധ്യം എന്ന് പറയുന്നത്, ജീവിത വഴിയിൽ തൻ്റെ മകനും അതിനോടൊപ്പം തൻ്റെ മകനെ ഏൽപ്പിക്കുന്ന ഈ ജനവും അവരുടെ നിസ്സാരതകളെയും അവരുടെ ക്ഷണീകതകളെയും തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകണം. തൻ്റെ മകനും തൻ്റെ മകനെ ഏൽപ്പിക്കുന്ന ജനവും അവരുടെ നിസ്സാരതകളെയും ക്ഷണീകതയെയും അവർ തിരിച്ചറിയുവാൻ ഇടയാകണമേ എന്നുള്ളതാണ് ദാവീദിൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥന. അതെവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 29 അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ അത് വളരെ ഭംഗിയായി രേഖപ്പെടുത്തുന്നുണ്ട്. അല്പം ദീർഘമായ ഒരു ഭാഗമാണ്. അതിൻ്റെ ഉള്ളടക്കം ഞാൻ പറയാം. ദാവീദ് രാജാവ് അവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദാവീദ് രാജാവ് അവിടെ പറയുകയാണ്: യഹോവേ, നീ മാത്രം വലിയവൻ, ബലവും അധികാരവും മഹത്വവും മാനവും എല്ലാം നിനക്കാണ് യോഗ്യതയായിട്ട് ഉള്ളത്. നിനക്കാണ് അതെല്ലാം കൃത്യമായി ചേരുന്നത്, മനുഷ്യരാകുന്ന ഞങ്ങൾക്കല്ല. അതിനുശേഷം ദാവീദ് പറയുകയാണ്: ഇതാ നിനക്ക് വേണ്ടി ഞങ്ങളൊരു വലിയ മന്ദിരം പണിയുവാൻ തക്കോണം എല്ലാം ചമച്ചിരിക്കുന്നു. അത് ഞങ്ങളുടെ കഴിവല്ല, നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങി. ഇതേ വാക്കുകൾ തന്നെയാണല്ലോ അവിടെ ഉപയോഗിക്കുന്നത്. നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങി നിന്റെ കയ്യിൽ തിരികെ തരുന്നതേ ഉള്ളൂ. ഞങ്ങളോ ക്ഷണികരാണ്, ഞങ്ങളോ നിഴലുപോലെയാണ്. ലോകം കണ്ടൊരു മഹാവലിയ രാജാവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളോട് അടുത്തപ്പോൾ തൻ്റെ മകനെ ചുമതല ഏൽപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ സത്യമാണിത്. ദൈവമേ, നീ മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്, നീ മാത്രമാണ് എല്ലാ കാലവും നിലനിൽക്കുന്നവനായിട്ടുള്ളത്. ഞങ്ങളോ ബലഹീനരും നിസ്സാരരുമാകുന്നു. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഞങ്ങൾ നിന്റെ കയ്യിൽ തിരികെ തരുന്നതേ ഉള്ളൂ. ഞങ്ങൾ ക്ഷണികരാണ്, ഞങ്ങളുടെ കാലം നിഴല് പോലെയാണ്.
പ്രിയമുള്ളവരെ, മനുഷ്യരുടെ ഐഡൻറ്റിറ്റി എന്താണ്? മനുഷ്യരുടെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിലാണ് വളരെ ഭംഗിയായി പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ തിരികെ ചേരും. നമ്മളൊക്കെ ഈ ലോകത്തിൽ നിന്ന് പിരിയുമ്പോൾ അവസാനം നമുക്ക് നൽകാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ആശീർവാദവും അത് തന്നെയാണ്. ഓരോ സംസ്കാര ശുശ്രൂഷയിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ തിരികെ ചേരും. മനുഷ്യർ എത്ര കഴിവുള്ളവരാണെന്ന് പറഞ്ഞാലും എത്ര പ്രാഗൽഭ്യമുള്ളവരാണെന്ന് പറഞ്ഞാലും ഈ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുവാൻ തക്കവണ്ണമുള്ളൊരു നിയോഗം നമ്മിൽ എല്ലാവരിലും സൃഷ്ടിയുടെ ആരംഭം മുതലേ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ ഒരു കഥയുണ്ട്. അതിങ്ങനെയാണ്: ദൈവം മനുഷ്യനെ മെനയുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചപ്പോൾ തൻ്റെ മാലാഖയായ ഗബ്രിയേലിനെ ഭൂമിയിലേക്ക് അയച്ചു. ഗബ്രിയേൽ ഭൂമിയിലേക്ക് വന്നു ഭൂമിയോട് പറഞ്ഞു, മണ്ണ് തരിക. ദൈവം പടച്ചവൻ മനുഷ്യനെ മെനയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഗബ്രിയേലിനോട് ഭൂമി പറഞ്ഞു, മനുഷ്യനെ മെനയുവാനാണെങ്കിൽ ഞാൻ മണ്ണ് തരികയില്ല എന്ന് പറഞ്ഞു. ഗബ്രിയേൽ തിരികെ പോയി. അതിനുശേഷം മീഖായേൽ മാലാഖ വരുന്നുണ്ട്, റാഫേൽ മാലാഖ വരുന്നുണ്ട്. ഇവരോടെല്ലാം ഭൂമി ഇതേപോലെ തന്നെ പറഞ്ഞു, മനുഷ്യനെ ഉണ്ടാക്കുവാനാണെങ്കിൽ ഞാൻ മണ്ണ് തരികയില്ല എന്ന് പറഞ്ഞു. അതിനവസാനം അസ്രായേൽ എന്ന് പറയുന്നൊരു മാലാഖയെ അയക്കുന്നുണ്ട്. ഈ അസ്രായേൽ എന്ന് പറയുന്ന മാലാഖയുടെ പേര് വേദപുസ്തകത്തിലില്ല. എങ്കിലും മരണത്തിൻ്റെ മാലാഖയായി ഇസ്ലാം മതവിശ്വാസികൾ കാണുന്നത് ഈ അസ്രായേലിനെയാണ്. മരണത്തിന് ഒരു മാലാഖയുണ്ട്, മരണത്തിന് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മാലാഖയുണ്ടെന്നാണ് അവരുടെ വിശ്വാസം. അപ്രകാരം ഒരു മാലാഖയെ പറ്റി വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞതായി രേഖപ്പെടുത്തുന്നുണ്ട്. അത് വേറെ എങ്ങും അല്ല. നാം ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ വായിക്കുമ്പോൾ അവിടെയാണ്. ആ ദരിദ്രൻ മരിച്ചു, ബാക്കി എന്താ? ദൂതന്മാർ അവൻ്റെ ആത്മാവിനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ദൂതൻ എന്നുള്ളതിന് തത്തുല്യമായി സുറിയാനിയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മാലാഖോ എന്നുള്ളതാണ്. അപ്പോൾ മരണത്തിനൊരു മാലാഖയുണ്ടെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞ ഉപമയിൽ തന്നെ തെളിയുന്നുണ്ട്. നമ്മുടെ ആരാധനയിൽ ഒത്തിരി ഇടങ്ങളിൽ ആവർത്തിച്ച് ഈ മരണത്തിൻ്റെ മാലാഖയെ പറ്റിയുള്ള പരാമർശമുണ്ട്. നമ്മുടെ സംസ്കാര ശുശ്രൂഷയിലാണ് പല ഇടങ്ങളിൽ ആവർത്തിച്ച് പാട്ടുകളിലും പ്രാർത്ഥനകളിലും ഒക്കെ മാറി മാറി വരുന്നത്. നമ്മുടെ പാട്ടുകളിൽ നമ്മൾ പാടുന്നതാണ്, മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തേൻ തുണ ചെയ്യുവാൻ വന്നില്ലാരും. അവിടെ ഒരു മാലാഖയെ പറ്റിയാണ് പറഞ്ഞല്ലേ, മരണത്തിൻ്റെ ദൂതൻ എൻ്റെ പിന്നാലെ വന്നു. ഈ മരിച്ചയാൾ നമ്മളോട് പറഞ്ഞതായിട്ടാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. മരണത്തിൻ്റെ ദൂതൻ എൻ്റെ പിന്നാലെ വരുന്നുവെന്ന് ഈ മരിച്ചയാൾ വീണ്ടും പറയുന്നതായി നമ്മുടെ ആരാധനയിൽ എഴുതിയിട്ടുണ്ട്. പിന്നാലെ വന്നോൻ ദൂതൻ വീണാനൻ മീതെ വേഗം, ഞാനറിയാതെന്നെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയാൻ. എൻ്റെ പിന്നാലെ ഒരു ദൂതൻ വരുന്നുണ്ടായിരുന്നു, ഞാനത് അറിഞ്ഞില്ല, ഞാൻ അറിയാതെ എന്നെ അവൻ വേറെ വഴിക്ക് അങ്ങ് കൂട്ടിക്കൊണ്ട് പോയി. വീണ്ടും നമ്മുടെ ആരാധനാക്രമത്തിൽ ആവർത്തിച്ച് ഇത് തന്നെ പറയുന്നുണ്ട്. ഞാൻ വീണ്ടും നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കുവാൻ തക്കോണമാണ് നമ്മുടെ ആരാധനയിൽ ഇങ്ങനെ ഒരു മാലാഖയെ പറ്റി പറയുന്നുണ്ട് എന്ന് പറയുവാനാണ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒരു ഉദാഹരണങ്ങൾ എടുക്കുന്നത്. വീണ്ടും നമ്മുടെ ആരാധനയിൽ തന്നെ പുരുഷന്മാരുടെ സംസ്കാര ശുശ്രൂഷയിൽ പാടുന്നതാണ്, ഹാ സ്നേഹിതരേ മൃതിദൂതൻ വന്നെത്തി, വേഗം പോവാനവനെന്നെ ധൃതി കൂട്ടി, പരിചിതരെ കണ്ടിടാനവനോടനുവാദം ഞാൻ അഭ്യർത്ഥിച്ചു, യാചനയും കോഴകളും കൈക്കൊണ്ടില്ലവനയ്യോ. മരിച്ചയാൾ നമ്മളോട് പറയുകയാണ്, എൻ്റെ പ്രിയ സ്നേഹിതരെ, മരണത്തിൻ്റെ ദൂതൻ വന്നു, വേഗം പോവാൻ അവൻ എന്നെ ധൃതി കൂട്ടി. ഉടനെ ഞാൻ പറഞ്ഞു, പരിചിതരെ കാണാൻ എനിക്കൊരവസരം തരണം എന്ന് പറഞ്ഞു. അവരോടൊക്കെ ഒന്ന് അനുവാദം ചോദിച്ചിട്ട് വരാൻ അനുവാദവും അവസരവും തരണമെന്ന് പറഞ്ഞു. ഉടനെ പറയുകയാണ്, യാചന, എൻ്റെ ആ യാചന അവൻ കേട്ടില്ല. കോഴകൾ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ കൈക്കൂലി അവന് വാങ്ങിയില്ല, വളരെ പെട്ടെന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണെന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ അസ്രായേൽ എന്ന് പറഞ്ഞ മാലാഖയാണ് അവർ മരണത്തിൻ്റെ മാലാഖയായി കാണുന്നത്. അസ്രായേൽ ഭൂമിയിലേക്ക് വന്നു, ഭൂമിയിൽ നിന്ന് ഭൂമിയോട് ചോദിച്ചൊന്നുമില്ല, മണ്ണെടുത്തുകൊണ്ട് പോയി മനുഷ്യനെ അങ്ങ് മെനഞ്ഞുണ്ടാക്കി.
ആ മനുഷ്യൻ ഇങ്ങനെ രൂപം പ്രാപിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ മാലാഖ ഇപ്രകാരം മണ്ണെടുത്തുകൊണ്ട് പോയതിനെ സംബന്ധിച്ച് പരാതിയുമായി ഭൂമി പടച്ചവൻ്റെ അരികിൽ ചെന്നു. പടച്ചവനോട് പറഞ്ഞു, എൻ്റെ അനുവാദം ഇല്ലാതെയാണ് മണ്ണെടുത്തുകൊണ്ട് പോയത് എന്ന് പറഞ്ഞു. ഉടനെ ദൈവം ഭൂമിയോട് കരുണ തോന്നിയിട്ട് പറഞ്ഞു, നിന്റെ അനുവാദമില്ലാതെ എടുത്തുകൊണ്ട് പോയ ഈ മണ്ണിപ്പോൾ മനുഷ്യനായി. കൊണ്ട് ആ മനുഷ്യനെ തിരിച്ച് ഈ മാലാഖ തന്നെ എവിടെ കൊണ്ടുവന്നിടും? ഈ മണ്ണിൽ തന്നെ വിലയം പ്രാപിപ്പാൻ തക്കവണ്ണം കൊണ്ടുവന്നിടും എന്ന് പറഞ്ഞു. ഉടനെ ഈ മാലാഖ സങ്കടവുമായി പടച്ചവനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് അവരുടെ വിശ്വാസം. മാലാഖ പറഞ്ഞു, ഇന്നു മുതൽ എല്ലാ മനുഷ്യരും എന്നെ മരണത്തിൻ്റെ മാലാഖ എന്ന് വിളിക്കും, എന്നെ കാണുന്നവർക്ക് ഭയമാകും എന്ന് പറഞ്ഞു. പിന്നെ പടച്ചവൻ ഈ മാലാഖയുടെ സങ്കടം മാറ്റുവാൻ തക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് അവരുടെ വിശ്വാസം. മാലാഖയോട് പറഞ്ഞു, എല്ലാ മനുഷ്യർക്കും മരിക്കുവാൻ ഒരു കാരണം ഉണ്ടാകും, അല്ലേ? കാരണമില്ലാതെ മരിച്ച ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ആരുമില്ല. ഒന്നീ രോഗം, അല്ലെ അപകടം, അല്ലെ വാർദ്ധക്യം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ, അതൊക്കെ വഴിയായിട്ടാണ് ഓരോ മനുഷ്യരും ഇവിടെ ഒന്ന് കടന്നു പോകുന്നത്. അപ്പോൾ അവരെല്ലാം കാരണത്തെ പറഞ്ഞോളും, നിന്നെ ഒരു നാളും പറയുകയില്ല എന്ന് പറഞ്ഞു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ നമ്മൾ മാലാഖ എന്ത് പണിയാണ് കാണിച്ചതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്? അല്ലല്ലോ. അവർക്ക് വന്ന അപകടം, രോഗം, ഭാരം, അത് നിമിത്തമായിട്ട് അവർ കടന്നുപോയി എന്നുള്ളതാണ് നമ്മുടെ പൊതുവായ ധാരണ. അപ്പോൾ മാലാഖയെ ആശ്വസിപ്പിക്കുവാൻ തക്കോണം ഇങ്ങനെ പടച്ചവൻ പറഞ്ഞു എന്ന് അവരുടെ ഒരു വിശ്വാസമുണ്ട്. പ്രിയമുള്ളവരെ, ഞാനത് പറഞ്ഞത്, നമ്മൾ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവരും തിരികെ ഈ മണ്ണിലേക്ക് തിരികെ ചേരേണ്ടവരും ആണ്. ഒരു വീഴ്ചയിൽ ഉടഞ്ഞു പോകാവുന്ന ജീവൻ്റെ ചില്ലുപാത്രമാണ് ജീവിതം. നമുക്കധികം മേനി നടിക്കുവാനോ മേന്മ കാണിക്കുവാനോ ഒന്നും തന്നെ ഇല്ല. ലോകം കണ്ടൊരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം പറഞ്ഞ വാക്കുകളാണ്, ദൈവമേ, ഞങ്ങൾ നിഴല് പോലെ മാത്രമാണ്, ഞങ്ങൾക്കൊരു കഴിവുകളും പ്രത്യേകം ഇല്ല. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ ചില മനുഷ്യരുടെ വിചാരങ്ങൾ കണ്ടാൽ, നമ്മുടെ ചില മനുഷ്യരുടെ ബോധ്യം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ കാലവും ഇവിടെ ഇങ്ങനെ ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ചില മനുഷ്യരുടെ വിചാരവും ഭാവവും ഒക്കെ കണ്ടാൽ അപ്രകാരമാണ് നമുക്ക് തോന്നുക. കാരണം അവർക്ക് ഈ ലോക ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചോ ക്ഷണീകതയെക്കുറിച്ചോ ഈ ലോക ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ചോ ഒന്നും ഒരു ബോധ്യവുമില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് പോലെ നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം. പ്രിയമുള്ളവരെ, ഈ ലോകം അഴിഞ്ഞു പോകുന്നതും ഈ പറയുന്ന സൗന്ദര്യവും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലാതെയാകുന്നതുമാണ്. ഈ ഭംഗി എന്നുള്ള മലയാള വാക്കിന് രണ്ടർത്ഥമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ എല്ലാവരുടെയും ജീവിതത്തെ പറ്റി പറയുന്നത് ഭംഗിയുള്ള ജീവിതമാണ്, ഭംഗിയുള്ള ശരീരമാണെന്നൊക്കെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഈ ഭംഗി എന്നുള്ള വാക്കിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത് കാൺമാൻ കമനീയമായതെന്നൊരർത്ഥമുണ്ട്, അത് മാത്രമേ നമുക്കറിയുകയുള്ളൂ. എന്നാൽ ഭംഗി എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ഫ്രജൈൽ, ഉടഞ്ഞു പോകുന്നത്. ഭംഗി എന്നുള്ള വാക്കിന് രണ്ടർത്ഥമാണുള്ളത്. ഉടഞ്ഞു പോകുന്നത് എന്നൊരർത്ഥവുമുണ്ട്. നമ്മുടെ കർത്താവ് അതുകൊണ്ടാണ് ആവർത്തിച്ച് മനുഷ്യരോട് കൊടുത്തൊരു ഉപദേശം, നമുക്കറിയാവുന്ന ഒരു ഉപദേശം നമ്മുടെ കർത്താവ് നമ്മളോട് ആകെ കൂടെ പറഞ്ഞത്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീൻ എന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന ഭരമേൽപ്പിച്ചു എന്നുള്ളതാണ് നമുക്കാകെ കൂടെ അറിയാവുന്ന ഒരു ഉപദേശം. എന്നാൽ കർത്താവ് വിശുദ്ധ കുർബാന മാത്രമൊന്നും അല്ല നമ്മളെ ഭരമേൽപ്പിച്ചത്. യേശുക്രിസ്തു ആവർത്തിച്ച് പറഞ്ഞ ഒരു ഉപദേശം എന്ന് പറയുന്നത് ഓൾവേസ് ബി വിജിലൻ്റ് ആൻഡ് പ്രിപ്പയർഡ് എന്നുള്ളതാണ്. നിങ്ങൾ ആവർത്തിച്ച് നോക്കിക്കോ, വേദപുസ്തകത്തിൽ സുവിശേഷ ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. യേശുതമ്പുരാൻ പറഞ്ഞതിൽ ആവർത്തിച്ച് കൊടുത്തൊരു ഉപദേശം ഇതാണ്, എപ്പോഴും നിങ്ങൾ ജാഗ്രതയുള്ളവരും ഒരുക്കമുള്ളവരും ആയിരിക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് അങ്ങനെ പറഞ്ഞത്? അതിൻ്റെ കാരണം നമ്മുടെ കർത്താവിനറിയും ഇത് ഉടഞ്ഞു പോകുന്നൊരു ജീവിതമാണ്. ജാഗ്രത കുറവ് നിമിത്തം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ നിമിത്തം ഇല്ലാതെയായി പോകാവുന്നൊരു ജീവിതത്തിലാണ് നാം ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ജാഗ്രതയോടും ഉണർവോടും കൂടെ ഇവിടെ ജീവിക്കണമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞത്. ജീവിതത്തിൻ്റെ നിസ്സാരതകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യമായിട്ടുള്ള കാര്യം. ജീവിതത്തിൻ്റെ നിസ്സാരതകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാവുക. ദാവീദ് ആ നിസ്സാരതയെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് തൻ്റെ മകനോടും ജനത്തോടും കൊടുത്ത ഉപദേശം, നിങ്ങൾ നിങ്ങളുടെ ബലഹീനതകളെയും നിങ്ങൾ നിങ്ങളുടെ ക്ഷണീകതയെയും നിങ്ങൾ നിങ്ങളുടെ നിസ്സാരതകളെയും തിരിച്ചറിയുക. ദൈവസന്നിധിയിലെ വലിയ പ്രാർത്ഥനയും അതായിരുന്നു, എൻ്റെ മകൻ്റെ ഹൃദയത്തിലും ഈ ജനത്തിൻ്റെ ഹൃദയത്തിലും അവരൊന്നുമല്ല, ക്ഷണീകരാണെന്നുള്ള ബോധ്യം നീ കൊടുക്കണമേ. രണ്ടാമതായി ദാവീദ് രാജാവ് തൻ്റെ മകൻ്റെ ഹൃദയത്തിൽ എന്ത് ബോധ്യമുണ്ടാകണമെന്നാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്. അത് 29-ാം അധ്യായം
17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവിടെ മലയാള പരിഭാഷയിൽ അല്പം പിശക് സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ മൂലഭാഷയിലേക്ക്, എബ്രായ ഭാഷയിലേക്ക് തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കുറെ കൂടെ ഭംഗിയായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ്: ദൈവമേ, മനുഷ്യരുടെ ഹൃദയത്തെ നീ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും അവർ നന്മ പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്നതിൽ നിന്റെ ഉള്ളം പ്രസാദിക്കുകയും ചെയ്യുന്നുവല്ലോ. അവർ നന്മ പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്നതിൽ നിന്റെ ഉള്ളം പ്രസാദിക്കുകയും ചെയ്യുന്നുവല്ലോ. അതായത് അവിടെ കൃത്യമായി ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥന ഇത് മാത്രമാണ്: തൻ്റെ മകൻ ഹൃദയപൂർവം ജീവിക്കുന്നവനാകണം. തൻ്റെ മകനെ ഏൽപ്പിച്ച ദൈവജനം ഹൃദയപൂർവം ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നവരാകണം. അതാണ് സത്യത്തിൽ ദാവീദിൻ്റെ വലിയ പ്രാർത്ഥനയായി അവിടെ ഉള്ളത്. എൻ്റെ മകനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനം അവർ ഹൃദയപൂർവം ഈ ലോക ജീവിതത്തിൽ ആയിരിക്കാൻ ഇടയാകണം. പ്രിയമുള്ളവരെ, ഹൃദയപൂർവ്വം ഈ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളത് ദൈവം തിരഞ്ഞെടുക്കുന്ന മനുഷ്യർക്ക് സാധ്യമാകുന്ന വലിയൊരു ഭാഗ്യമാണെന്ന് എപ്പോഴും കരുതണം. നമ്മൾ ഈ പറയുന്നത് പോലെ അസൂയയും പകയും പിണക്കവും ഈ ലോക ജീവിതത്തിലെ എല്ലാവിധമാകുന്ന ക്രോധവും കോപവും ഒക്കെ നിറച്ച് അനേക മനുഷ്യരോട് വഴക്കും വിദ്വേഷവും ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചു പോകുവാൻ തക്കോണം അല്ല നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഹൃദയപൂർവം മനുഷ്യരെ കാണുവാൻ, അവരോട് ഇടപെടുവാൻ തക്കോണമാണ് ദൈവം നമ്മെ ഈ ലോക ജീവിതത്തിൽ ആക്കിയിരിക്കുന്നത് എന്നുള്ളത് മറന്നുപോകരുത്. നമ്മുടെ ഈ കാലത്തെ മനുഷ്യരുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഹൃദയപൂർവം ജീവിക്കുന്നില്ല, എന്നാൽ ഗണിതപൂർവം ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഹൃദയപൂർവ്വം ജീവിക്കാൻ നമുക്ക് താല്പര്യമൊന്നുമില്ല, പക്ഷേ എല്ലാവരും വലിയ കണക്കുകൂട്ടലുകളിലാണ് ജീവിക്കുന്നത്. ഈ കണക്കുകൂട്ടലിൽ ജീവിക്കുന്നത് അത്ര പോരായ്മയുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ എല്ലാ കാര്യത്തിനും കണക്ക് മാത്രം കണ്ടാൽ അത് വലിയൊരു പോരായ്മ തന്നെയാണ്. നമ്മുടെയൊക്കെ വീടുകളിലെ വഴക്കുകൾ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ അപ്പന്മാരുടെ വലിയ പരാതി എന്ന് പറയുന്നത് വീട്ടുകാർക്ക് വേണ്ടി സഹിച്ച സങ്കടങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും വലിയ പട്ടികകൾ, കണക്കുകൾ ഇങ്ങനെ നിരത്തുക എന്നുള്ളതാണ് അപ്പന്മാരുടെ ജോലി. അമ്മമാരുടെ ജോലിയാകട്ടെ മക്കൾക്ക് വേണ്ടി സഹിച്ച സങ്കടങ്ങളുടെ, ഭാരങ്ങളുടെ 9 മാസം ഇങ്ങനെ ചുമന്നതിൻ്റെ ഒക്കെ ഒരു വലിയ ലിസ്റ്റ് പറയുക എന്നുള്ളതാണ് നമ്മുടെ അമ്മമാരുടെ ജോലി. നമ്മുടെ വഴക്കുകളൊക്കെ അങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ കണക്കുകൾ സൂക്ഷിച്ച് ഒരു കുടുംബജീവിതവും ഭംഗിയായി കൊണ്ടുപോകുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ കണക്കുകൾ വല്ലാതെ സൂക്ഷിക്കേണ്ടിയിരുന്നൊരു മനുഷ്യൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു വളരെ ഉണ്ണിയായിരുന്ന പ്രായം മുതലേ നിങ്ങൾക്കറിയാവുന്നതാണ്, ഒരു തച്ചനാകുന്ന മനുഷ്യനോടൊപ്പം വളർന്നു വരികയും ആ ജീവിത ശൈലികൾ കാണുകയും ശീലിക്കുകയും ഒക്കെ ചെയ്തയാളാണ്. എല്ലാത്തിനും കൃത്യമായ കണക്കുകളുള്ള മനുഷ്യരാണല്ലോ അവർ. എന്നാൽ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ വലിയ കണക്കുകളെ ഒന്നും സൂക്ഷിച്ചില്ല. കണക്കുകളെ സൂക്ഷിക്കാതെ ഇരുന്നത് കൊണ്ടാണ് വലിയ പാപം ചെയ്തവർക്കും വിവിധ തരത്തിലുള്ള തെറ്റുകളിൽ അകപ്പെട്ടു പോയവർക്കും ഒക്കെ വളരെ സ്വാതന്ത്ര്യത്തോടെ യേശുക്രിസ്തുവിൻ്റെ അരികിൽ വരുവാനും ഇടപെടുവാനും ഒക്കെ സാധിച്ചത്. അവൻ കണക്കുകളെ സൂക്ഷിക്കുന്നവനായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ അരികിലേക്ക് പോലും അടുക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. ലോകം കണ്ട കണക്കുകളല്ലായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കണക്കുകൾ. അതുകൊണ്ടാണല്ലോ ഒരു ദേവാലയത്തിൽ വിധവ ഒരു ചെമ്പുതൊട്ടിടുമ്പോൾ യേശുക്രിസ്തു പറയുന്നത് അവളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യരെക്കാളും കൂടുതൽ ഇട്ടതെന്നാണ്. അപ്പോൾ ആ ചെമ്പുതൊട്ടിൻ്റെ വാല്യൂ ഒന്നും അല്ല നോക്കിയത്, ഹൃദയത്തെയാണ് നോക്കിയത്. ഗണിതപ്രകാരം ജീവിക്കുന്ന മനുഷ്യർ ഈ ചെമ്പുതൊട്ടിൻ്റെ വാല്യൂ മാത്രമേ നോക്കുകയുള്ളൂ. എന്നാൽ യേശുക്രിസ്തു നോക്കിയത് അതല്ലല്ലോ. വീണ്ടും നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ കാണുന്നുണ്ടല്ലോ, 1-ാം മണിക്കൂറിൽ വന്നവർക്കും ഏറ്റവും അവസാനത്തെ സമയം ജോലിക്കായി വന്നവർക്കും എല്ലാം ആ വീടിൻ്റെ ആ തൊഴിലിടത്തിൻ്റെ കാര്യവിചാരകൻ കൊടുക്കുന്നത് ഒരേ തരത്തിലുള്ള കൂലിയാണ്. അതിന് ചിലരൊക്കെ സങ്കടം പറയുന്നുണ്ടല്ലേ, ഈ പകലിലെ വെയിൽ മുഴുവനും സഹിച്ച ഞങ്ങളെ അല്ലേ നീ അവസാനം വന്നവരോട് തുല്യരാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഒത്തിരി സങ്കടങ്ങൾ പറയാനുണ്ട്. പക്ഷെ അവിടെയും യേശുക്രിസ്തു പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താ? യേശുക്രിസ്തു പറയുന്നത് ഈ ഒടുക്കം വന്നവനും ഒന്നാമത് വന്നവനും എല്ലാം ഒരേപോലെ കൊടുക്കുവാനാണ് എനിക്ക് ഇഷ്ടം. നിന്നോട് 1 ദീനാറോ പറഞ്ഞല്ലേ ജോലിക്ക് നിന്നെ വിളിച്ചത്, അത് നിനക്ക് കിട്ടിയോ? അത് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ശാന്തമായി പിരിഞ്ഞു പോവുക. ഏറ്റവും അവസാനം വന്നവന് ഇത് തന്നെ കൊടുക്കാനാണ് എനിക്ക് ഇഷ്ടം, എനിക്ക് മാറ്റി നിർത്താൻ
പറ്റുന്നില്ല. സത്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കർത്താവല്ല ഗണിതപൂർവ്വം ജീവിച്ചത്. നമ്മളെല്ലാം എല്ലാത്തിനും വളരെ കൃത്യമായ കണക്കുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന മനുഷ്യരാണ്. നമുക്ക് കണക്കില്ലാത്ത ഏത് കാര്യമാണുള്ളത്? എല്ലാത്തിനും നമുക്ക് കൃത്യമായ കണക്കുകളാണ് ഉള്ളത്. ചിലയിടങ്ങളിലൊക്കെ ഈ കണക്കുകൾ ഇങ്ങനെ കൂട്ടിവെക്കാനുള്ളതല്ല. അതെപ്പോഴും ചിന്തിച്ചു കൊള്ളണം. പ്രത്യേകിച്ച് മനുഷ്യരോടുള്ള ഇടപെടലുകളിൽ കണക്കുകൾ കൂട്ടിവെച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രതിപകരം ചെയ്യാം എന്ന് വിചാരിക്കേണ്ട. ഹൃദയപൂർവ്വം ഇടപെടുവാൻ ആവുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യത്തോടു കൂടെ കാണേണ്ടത്. ഹൃദയപൂർവ്വം ജീവിക്കുവാൻ തക്കോണം നമ്മുടെ കാഴ്ചപ്പാടുകളാണ് വിശാലമാകേണ്ടത്. നമുക്കറിയാലോ, ഭാരതം സംഖ്യാശാസ്ത്രത്തിന് സംഭാവന ചെയ്ത സംഖ്യ എന്ന് പറയുന്നത് സീറോയാണ്, അല്ലേ? സീറോയാണ്. ആ സീറോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാക്കി എഴുതാം, ഏറ്റവും വലുതാക്കി എഴുതാം എന്നുള്ളതാണ്, അല്ലേ? ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ചെറിയ ഷീറ്റ് പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ സീറോ വളരെ ചെറുതാക്കി അവർക്ക് എഴുതാൻ പറ്റും. ആ പേപ്പർ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വലുതാക്കി എഴുതാനും പറ്റും. ഈ ഹൃദയത്തിന് ഈ വലുതാക്കി എഴുതുന്ന അനുഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ദൈവം തിരഞ്ഞെടുക്കുന്ന മനുഷ്യർക്ക് കിട്ടുന്ന വലിയ ഭാഗ്യമായി കാണണം. അതുകൊണ്ട് നമ്മൾ ചെറിയ വൃത്തങ്ങളല്ല വരയ്ക്കേണ്ടത്. നമ്മുടെ ജീവിത പരിസരങ്ങളിൽ വലിയ വൃത്തങ്ങൾ വരയ്ക്കണം. അതിനകത്ത് ഒത്തിരി മനുഷ്യർക്ക് കയറുവാൻ തക്കവണ്ണം പറ്റണം. നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ചെറിയ വൃത്തം വരച്ചിട്ട് നമ്മളും ചിലപ്പോൾ ഒരാളും രണ്ടുപേരൂടെ, അല്ലേ? ഭാര്യയും പിള്ളേരൂടെ. ചില മനുഷ്യർ അതുമില്ല, അവർ മാത്രം നിന്നുകൊണ്ടൊരു വൃത്തമൊക്കെ വരച്ച് കളയുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. വേറെ ആരും അതിനകത്തുണ്ടാകും നിർബന്ധമില്ല. അവർ മാത്രം ഉൾപ്പെട്ട് ചില വൃത്തങ്ങളൊക്കെ വരച്ച് കളയും. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവരെയും ഉൾപ്പെട്ട് ഇങ്ങനെ വലിയ വൃത്തങ്ങൾ വരയ്ക്കുന്നവരായി മാറുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഹൃദയപൂർവ്വം ജീവിക്കുക. MD വാസുദേവൻ നായർ ഈ അടുത്തിടെയാണല്ലോ ദിവംഗതനായത്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു കഥയല്ല. ഒരു അഹമ്മദി ബേ എന്ന് പറയുന്ന ഒരു മായാജാലക്കാരൻ്റെ കഥയാണ്. ആ കഥയുടെ പേരിങ്ങനെയാണ്, രേഖയില്ലാത്ത ചരിത്രം. രേഖയില്ലാത്ത ചരിത്രം എന്നാണ് ആ കഥയുടെ പേര്. ഈ അഹമ്മദി ബേ എന്ന് പറയുന്ന മായാജാലക്കാരൻ വിവിധ സ്ഥലങ്ങളിൽ ഓരോരോ ജാലവിദ്യകൾ കാണിച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒത്തിരി മനുഷ്യർ അദ്ദേഹത്തിന് ആരാധകരായി പോകുന്നിടങ്ങളിലെല്ലാം കിട്ടുന്നുണ്ട്. ഒത്തിരി മനുഷ്യർ ആരാധകരായി അദ്ദേഹം കാണിക്കുന്ന ജാലവിദ്യയിലൊക്കെ ആകൃഷ്ടരായ ഒത്തിരി മനുഷ്യരുണ്ട്. ഓരോരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോ പ്രോഗ്രാം അവതരിപ്പിച്ച് പോവുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ വിളിച്ചാൽ വരാൻ പറ്റാത്ത തരത്തിലുള്ള ബുക്കിംഗ് ഉണ്ട് അദ്ദേഹത്തിന്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെ യാത്രയ്ക്കൊടുവിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ കാണികളായി വിരലിലെണ്ണാവുന്ന മനുഷ്യർ മാത്രമേ ഉള്ളൂ. ഏതാനും ചില മനുഷ്യർ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനത് വലിയ അത്ഭുതമായി. കാരണം ഞാൻ പോയ ഇടങ്ങളിലെല്ലാം വലിയ ജനക്കൂട്ടമാണ് എന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. ഇവിടെ മാത്രം എന്താണ് ഇങ്ങനെ ആള് കുറഞ്ഞു പോയത് എന്നുള്ള ഒരു പ്രയാസമൊക്കെ അദ്ദേഹത്തിനുണ്ട്. എങ്കിലും അദ്ദേഹം ജാലവിദ്യകളൊക്കെ കാണിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പല നമ്പറുകൾ കാണിച്ചിട്ടും ഈ മുമ്പിലിരിക്കുന്ന മനുഷ്യരൊക്കെ ഈ കല്ലിന് കാറ്റ് പിടിച്ചുള്ള ഒരൊറ്റ ഇരിപ്പാണ്. അവർ യാതൊന്നും ചിരിക്കുന്നില്ല, അനങ്ങുന്നില്ല, യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇദ്ദേഹം ഏറ്റവും അവസാനം ആ ടേബിളിലിരുന്നൊരു കത്തിയെടുത്ത് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് കുത്തി, ഹൃദയം കുത്തി ഇങ്ങനെ വെളിയിലിട്ടു എന്നാണ് ആ കഥയിൽ എഴുതുന്നത്. ഹൃദയം കുത്തി വെളിയിലേക്ക് ഇട്ടു. ഇത് കാണുന്ന സമയത്തും ഈ ജനം ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഉടനെ സഹായിയായി നിൽക്കുന്ന മനുഷ്യനോട് ഈ അഹമ്മദി ബേ ചോദിക്കുന്നുണ്ട്, നമ്മൾ എവിടെയാണ് പരിപാടി അവതരിപ്പിക്കുന്നത്? ഉടനെ സഹായി കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, നമ്മൾ കേരളത്തിലാണ് നിൽക്കുന്നത് എന്ന് മറുപടി കൊടുക്കുന്നുണ്ട്. അതോടെ ആ കഥ അവസാനിക്കുകയാണ്. സത്യത്തിൽ MD വാസുദേവൻ നായർ ഒരു ആക്ഷേപഹാസ്യം പോലെ ഈ കേരളത്തിൻ്റെ മനസാക്ഷിക്ക് നേരെ എഴുതിയ ഒരു വിമർശന ശരമാണ് ആ കഥ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കേണ്ട കാലത്ത് ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ നമുക്ക് ഇടയാവില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യനെയും അംഗീകരിപ്പാൻ തക്കവണ്ണം നമുക്കിടയാവുന്നില്ല. അത് നമ്മുടെ ഒരു വലിയ കുഴപ്പമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും രഹസ്യത്തിൽ ചെയ്യണമെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്, അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിൻ്റെ ഭാഗമായി കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും വിളിച്ച് മൈക്ക് വെച്ച് അലറാനാണോ പറഞ്ഞു? ഒന്നുമല്ല. നിങ്ങൾ രഹസ്യത്തിൽ, അല്ലേ, വാതിലടച്ചിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. ദാനധർമ്മം ചെയ്യുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ തക്കവണ്ണമാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം പറഞ്ഞപ്പോൾ കർത്താവ് പരസ്യമായി ചെയ്യുന്നതിനെ സ്ഥാപിച്ചു പറഞ്ഞു. അത് വേറെ ഒന്നുമല്ല. യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. വേറെ ഒന്നും ഇത്ര പരസ്യമായി പറഞ്ഞിട്ടില്ല. ഒരു ഡിക്ലറേഷനാണ്.
എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. നമ്മുടെ കർത്താവ് പോയ ഇടങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം മനുഷ്യർ നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിന്നത്? അതിനൊരു കാരണമുണ്ട്. നമ്മുടെ കർത്താവ് അത്ഭുതം ചെയ്തതുകൊണ്ടോ അടയാളം ചെയ്തതുകൊണ്ടോ ഒന്നും മാത്രമല്ല. നമ്മുടെ വിചാരമാണ് കർത്താവ് പോയിടങ്ങളിലെല്ലാം അത്ഭുതം ചെയ്തതുകൊണ്ടാണ് മനുഷ്യരെല്ലാം അവനെ കാത്തു നിന്നതെന്നല്ല. വിശുദ്ധ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഗോതമ്പ് പാടങ്ങളിൽ മുന്തിരിത്തോട്ടങ്ങളിലൊക്കെ നട്ടെല്ല് പൊട്ടി പണിയെടുക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ സന്ധ്യയാകുമ്പോൾ അവർക്കുള്ള ആകെയുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഈ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള അധ്വാനങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അരികിൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവരിങ്ങനെ വെയിലാറുമ്പോൾ ഇങ്ങനെ അവർ അഴുക്ക് പിടിച്ച ശരീരവുമായി അവരിങ്ങനെ നടന്നു വരുമ്പോൾ ഒന്നുകിൽ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ചുങ്കസ്ഥലത്ത് ജനങ്ങൾ മിനക്കെട്ട് നിൽക്കുന്ന ഇടങ്ങളിൽ ഒക്കെ നമ്മുടെ കർത്താവ് ഉണ്ടായിരുന്നു. അവരെ കേൾക്കാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾ പോയ ഇടങ്ങളിലൊക്കെ എങ്ങനെയാണ് ക്രിസ്തീയ വിശ്വാസം പ്രബലപ്പെട്ട് വളർന്നത്? അത് ആയുധങ്ങൾ കൊണ്ടല്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. ആയുധങ്ങൾ കൊണ്ടല്ല, ഇവരെ പീഡിപ്പിക്കുകയായിരുന്നു. കർത്താവിനെ പറ്റി പ്രസംഗിച്ച ശിഷ്യന്മാരെ വിവിധ തരത്തിലുള്ള പീഡകൾ കൂടെ കൊണ്ടുപോയ ചരിത്രമാണല്ലോ നമ്മൾ കാണുന്നത്. ആയുധങ്ങൾ കൊണ്ടല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടല്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരും ഗുരുവിൻ്റെ പാത പിന്തുടർന്നു എന്നുള്ളതേ ഉള്ളൂ. അനേക മനുഷ്യരെ കേട്ടു, അനേക മനുഷ്യരുടെ മുമ്പിൽ അവർക്ക് അക്സസിബിളായി ഹൃദയപൂർവ്വം നിന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ കാലത്തിൻ്റെ കുഴപ്പം, നമ്മുടെ ഹയറാർക്കിക്കൽ ഓർഡറിലുള്ള മനുഷ്യർ വരെ ഈ പറയുന്നത് പോലെ അക്സസിബിൾ ആവുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അവരുടെ അരികിലേക്ക് ചെല്ലാൻ തക്കവണ്ണം ഇടയാകാതെ ഇങ്ങനെ അകന്നു നിൽക്കുവാൻ ഇടയാകുന്നു എന്നുള്ളത് നമ്മുടെ സഭയുൾപ്പെടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ്. മനുഷ്യരുടെ അനുദിന ജീവിത പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ അവരെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ മഴ പെയ്യുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ കൊച്ചു മക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് വെറുതെ ഇന്ന് സ്കൂളിൽ എന്തോ ഉണ്ടായിരുന്നു വിശേഷമെന്ന് വെറുതെ ഒന്ന് ചോദിച്ചാൽ മതി. വെറുതെ ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ ഇടം വലം വിടാതെ അവർക്ക് നൂറുകൂട്ടം കാര്യങ്ങളിങ്ങനെ നിർത്താതെ പറയാൻ തക്കവണ്ണമുണ്ട്. അവർക്ക് എല്ലാ ദിവസവും ചോദിച്ചാൽ ഇവരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ അവർക്കിങ്ങനെ നിലയ്ക്കാതെ പറയാൻ തക്കവണ്ണം അവർക്കുണ്ട്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇതൊന്നും കേൾക്കാൻ തക്കവണ്ണം നമുക്ക് സമയമില്ലാതെ പോയി, ചോദിക്കാൻ പോലും നമുക്ക് സമയമില്ലാതെ പോയി എന്നുള്ളതാണ് സത്യം. ഒരു കാര്യം അടിവരയിട്ട് ഹൃദയത്തിൽ എഴുതിക്കൊള്ളണം. നമ്മുടെ എല്ലാ ദിവസത്തെയും സന്ധ്യ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. എല്ലാ ദിവസത്തെയും സന്ധ്യ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അവരെ കേൾക്കാൻ തക്കവണ്ണം നിങ്ങൾ ആ സമയം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സന്ധ്യകളിൽ, നമ്മളെല്ലാവരും ഇത് ഒരേപോലെ എന്നൊന്നും ഇരിക്കത്തൊന്നുമില്ല, നമ്മൾ വളരെ വേഗം ഇങ്ങനെ പ്രായമായിക്കൊണ്ടേ ഇരിക്കും. നമ്മുടെ ജീവിത സന്ധ്യകളിൽ ജീവിതത്തിൻ്റെ സായാഹ്നം ഉണ്ടാകും. ആ ജീവിത സായാഹ്നത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കേൾക്കാൻ കാണത്തില്ല. മിക്കവാറും ഭവനങ്ങളിലെ വലിയ പ്രയാസം ഇതാണ്. പിള്ളേർ വിളിക്കുന്ന പോലും ഇല്ല എന്ന് പരാതി പറയുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ അത് മനസ്സിൽ കുറിച്ചിട്ടോളണം. നമ്മൾ നമ്മുടെ എല്ലാ ദിവസത്തെയും സന്ധ്യ നമ്മുടെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ തക്കവണ്ണം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിത സന്ധ്യകളിൽ നമ്മളെ കേൾക്കാൻ അവരുണ്ടാവില്ല. പരാതി പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. പ്രിയമുള്ളവരെ, ഹൃദയപൂർവ്വം ജീവിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. 37-ാമത്തെ വയസ്സിൽ ശ്വാസകോശാർബുദമായി കടന്നുപോയ അമേരിക്കൻ ന്യൂറോളജിസ്റ്റായ ഒരു മനുഷ്യനുണ്ട്, പോൾ കലാനിധി. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇപ്പം മലയാളത്തിലേക്ക് തൊടുപുഴയിലുള്ള രാധാകൃഷ്ണൻ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ DC ബുക്സാണ് അത് പുറത്തിറക്കിയിരിക്കുന്നത്. കഴിവുള്ളവരൊന്ന് വാങ്ങിച്ച് വായിക്കുന്നത് നല്ലതായിരിക്കും. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: പ്രാണൻ വായുവിൽ അലിയുമ്പോൾ. പ്രാണൻ വായുവിൽ അലിയുമ്പോൾ. ജീവിതത്തിൻ്റെ നിസ്സാരത ആ ടൈറ്റിലിൽ തന്നെയുണ്ട്. നമ്മളെടുക്കുന്ന ശ്വാസമാണല്ലോ ഈ പ്രാണൻ. ആ പ്രാണൻ വായുവിൽ അലിയുമ്പോൾ ഇല്ലാതെയായി പോകുന്ന സമയത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ പോൾ കലാനിധി എന്ന് പറയുന്ന ഡോക്ടർക്ക് അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ അർബുദമായി 4-ാമത്തെ സ്റ്റേജ് കഴിയുന്ന സമയത്ത് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് തന്നെ ചികിത്സിക്കുമ്പോൾ ഈ പോൾ കലാനിധി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എനിക്കിനി എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ ആയുസ്സുണ്ടാകും? അതിനുശേഷം അദ്ദേഹം തന്നെ പറയുകയാണ്, ഒരു 3 മാസമാണ് എനിക്ക് ജീവിക്കാൻ ആയുസ്സുള്ളതെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനാണ്. എൻ്റെ കുടുംബത്തോടൊപ്പം
ചെലവഴിക്കാനാണ്. ഞാനിവിടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു മനസാക്ഷി കുത്തുപോലെയാണ് പറയുന്നത്. നമുക്ക് ബാക്കിയുള്ളവരോടെല്ലാം ചെലവഴിക്കാൻ ധാരാളം സമയമുണ്ട്, വീട്ടിനകത്തിരിക്കാൻ മാത്രം സമയമില്ലാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. പ്രിയമുള്ളവരെ, കേരളത്തിൽ 2010 ദിവംഗതനായി പോയൊരു കവിയുണ്ട്, അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ പ്രതിഭാധനനായ ഒരു കവിയായിരുന്നു. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നാണല്ലോ, നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ ആ സമയത്തെ വാർത്തയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ബസ് സ്റ്റാൻഡിൽ നിന്നാണ് അദ്ദേഹത്തെ കിട്ടിയത്. ബോധരഹിതനായി കിടക്കുകയായിരുന്നു. നൈറ്റ് പെട്രോളിങ്ങിന് വന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്. പക്ഷേ ഈ എടുത്തുകൊണ്ട് പോയ മനുഷ്യൻ ആരാണെന്നും അവർക്ക് അറിയുകയില്ലായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ആശാൻ അവാർഡ് വാങ്ങിക്കേണ്ട മനുഷ്യനാണ് ബോധമില്ലാതെ ഈ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ കിടന്നത്. അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് അങ്ങ് അതപ്പതിച്ച് ഇങ്ങനെ വെളിവും ബോധവും ഒന്നും ഇല്ലാതെ നടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഒറ്റ ഉത്തരവേ പറയുന്നുള്ളൂ, അതിങ്ങനെയാണ്: എനിക്കൊരു വീടില്ല എന്നുള്ളതാണ്. എനിക്കൊരു വീടില്ല. നല്ലൊരു വീടുണ്ടാവുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും വലിയ സ്വപ്നമെന്ന് പറയുന്നത്. വീടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പണിത് വെക്കുന്ന ഈ കൽക്കൂമ്പാരത്തെ നിങ്ങൾ കാണണ്ട. വീടെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഒരു ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ അപ്പനും അമ്മയും, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ, അവരോട് കൂടെ ഇരിക്കുന്ന ചില നിമിഷങ്ങൾ, അതാണ് സത്യത്തിൽ നമ്മളെ ഏറെ സന്തോഷിപ്പിക്കേണ്ടത്. വീടൊരാളെ സന്തോഷിപ്പിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. വീടൊരാളെ സങ്കടപ്പെടുത്തുന്നത് പോലെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ആരെയും സങ്കടപ്പെടുത്താനും പറ്റുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയപൂർവ്വമുള്ള ജീവിതം അത് നമ്മുടെ ഭവനങ്ങളിലെങ്കിലും ആവർത്തിച്ച് നിലനിർത്താൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ ഈ ലോകത്തിൽ അടയാളപ്പെടുത്താനുള്ള വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മളിവിടെ ഉള്ളൂ. ലോകത്തിൽ അടയാളപ്പെടുത്താനുള്ള വളരെ കുറച്ച് ദിവസങ്ങൾ. ഇനി നമുക്കിങ്ങനെ ദീർഘകാലം ഇങ്ങനെ ഒരു സ്നേഹം പകർന്നു കൊടുത്ത് ഇങ്ങനെ ഒഴുകി ജീവിക്കാനൊന്നും സമയവുമില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു വലിയ സമയവും നമുക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് ഉള്ള സമയം ഈ പറഞ്ഞതുപോലെ അനേകരുടെ ഹൃദയങ്ങളിൽ കൂടെ ഒഴുകാൻ പറ്റണം. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അനേകരുടെ ഹൃദയങ്ങളിൽ കൂടെ ഒഴുകുവാൻ തക്കോണം സാധിക്കുക എന്നുള്ളത് പ്രാധാന്യമുള്ളതാവട്ടെ. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലാവട്ടെ, നമുക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയുടെ ഹൃദയത്തിലാവട്ടെ, നമ്മുടെ അയൽപ്പക്ക ഭവനങ്ങളുമായുള്ള ബന്ധത്തിലാവട്ടെ, ഇടവകയിലെ പൊതുവായ കൂടിവരവുകളിലാകട്ടെ, നമുക്ക് അപ്രകാരം മനുഷ്യരിൽ കൂടെ നമ്മളുടെ ഓർമ്മ ചിരസ്ഥായിയായി ഇവിടെ നിലനിൽക്കാനിടയാവുക. മനുഷ്യരിൽ കൂടെ, മനുഷ്യർ നമ്മളെ ഓർക്കണം. ഈ ലോക ജീവിതം അവസാനിച്ചാലും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇടം നേടുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ള കാര്യം. പ്രിയമുള്ളവരെ, അവരിൽ ഇടം നേടുവാനുള്ളൊരു കാരണം ഈ പറഞ്ഞ പോലെ ഹൃദയപൂർവ്വം ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. വേറൊരു കവിത ലക്ഷ്മി നായർ എഴുതിയ ഒരു കവിതയാണ്. ഇവിടെ പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കും. യേശുതമ്പുരാനെ പറ്റി പറയുന്നതാണ്. ഒരു അക്രൈസ്തവയായ ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ കവിത എഴുതുമോ എന്ന് തന്നെ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുവേ, നീ എത്ര ഭാഗ്യവാൻ, നിന്റെ കുരിശ് ചുമക്കാൻ ഒരു ശമവോൻ ഉണ്ടായിരുന്നു. നിന്റെ കുരിശിൻ ചുവട്ടിൽ മഗ്ദലന മറിയവും നിന്റെ അമ്മയും ഉണ്ടായിരുന്നു. നിന്റെ ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ നിന്റെ കല്ലറയുടെ വാതിലിൽ ചിലർ കാത്തു നിന്നു. ക്രിസ്തുവെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കാത്തു നിൽക്കുവാനും കാവലായി നിൽക്കുവാനും ആരാണ് ഉള്ളത്? നമ്മുടെ കർത്താവ് ബന്ധങ്ങളുടെ വലിയ സുൽത്താനാണെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. എന്തുമാത്രം മനുഷ്യരാണ്! 12 പേരുമായിട്ട് ആരംഭിച്ച യാത്ര യെരുശലേമിൽ ചെന്നപ്പോൾ ഒരു നഗരം മുഴുവനും അവൻ്റെ കൂടെ പോയെന്നാണ് വിശുദ്ധ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. നഗരം മുഴുവനും ഇളകി അവൻ്റെ പിന്നാലെ പോയി. ഒരു നഗരം മുഴുവൻ ഇളകി കൂടെ പോയ മനുഷ്യൻ ജീവിതത്തിൻ്റെ അവസാനം വന്നപ്പം വിരലിലെണ്ണാവുന്ന മനുഷ്യർ മാത്രമേ കുരിശിൻ്റെ ചുവട്ടിൽ ഉള്ളൂ. നമുക്കിപ്പം കൂടെ നടക്കാൻ വിരലിലെണ്ണാവുന്ന മനുഷ്യരേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു പ്രയാസഘട്ടം വരുമ്പോൾ ആര് നമ്മുടെ കൂടെ കാണും? ഇത് നമ്മളെ ഏറെ ഭാരപ്പെടുത്തേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് തൻ്റെ മകന് വേണ്ടിയും ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു: യഹോവയാം ദൈവമേ, അവർ അവരുടെ നിസ്സാരതകളെ തിരിച്ചറിയണം. അവർ ഹൃദയപൂർവം ഹൃദയപരമാർത്ഥതയോടെ ഇവിടെ ജീവിക്കുവാൻ ഇടയാകണം. മൂന്നാമതായി, ദാവീദ് രാജാവിൻ്റെ സ്വപ്നം എന്താണ്? തൻ്റെ മകനെ പറ്റിയുള്ള, ഈ ജനത്തെ പറ്റിയുള്ള സ്വപ്നം എന്താണ്? അത് വേറെ ഒന്നുമല്ല, അവർ പരിസരങ്ങളെ കേൾക്കുന്നവരാകണം. അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? അത് 19-ാമത്തെ വാക്യത്തിലാണ്. 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്:
യഹോവയാം ദൈവമേ, എൻ്റെ മകനായ ശലോമോൻ നിൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കുവാനായി ഈ ആലയം നിർമ്മിക്കുവാനായി നീ അവനൊരു ഏകാഗ്ര ഹൃദയം നൽകണമേ. ഒരു ഏകാഗ്ര ഹൃദയം നൽകണമേ. നിങ്ങൾക്കറിയാം, അത് പരിഭാഷയിൽ മലയാളത്തിൽ അങ്ങനെ ഏകാഗ്ര ഹൃദയം എന്ന് പറയുന്നുവെങ്കിലും ശലോമോൻ ദൈവസന്നിധിയിൽ ചോദിച്ചത് ഏകാഗ്ര ഹൃദയമല്ല. ശലോമോൻ ചോദിച്ചത് ആ എല്ലാവരെയും കേൾക്കുന്ന ഹൃദയം, കമ്മിറ്റഡ് ഹാർട്ടല്ല, ലിസണിങ് ഹാർട്ടാണ്. എല്ലാവരെയും കേൾക്കുന്നൊരു ഹൃദയം എനിക്ക് നൽകണമേ. എല്ലാ മനുഷ്യരെയും കേൾക്കുന്നൊരു ഹൃദയം എനിക്ക് നൽകണമേ. അപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതും ഇത് തന്നെയാണ്. തൻ്റെ മകന് എല്ലാവരെയും കേൾക്കാൻ തക്കവണ്ണമുള്ളൊരു ഹൃദയം കൊടുക്കണമേ. സത്യത്തിൽ ശലോമോൻ വിജയിച്ചത് അത്രയും അങ്ങനെ ഒരു ഹൃദയം ഉള്ളത് കൊണ്ടാണ്. അത് എല്ലാ കാര്യങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. ചിലർ പരാതി പറയാൻ വരുമ്പോൾ എല്ലാ ഭാഗത്തെയും പരാതികൾ ശലോമോൻ ഒരുമിച്ച് കേൾക്കുകയാണ്. കേൾക്കാതെ അല്ല അവൻ തീരുമാനമെടുക്കുന്നത്. എല്ലാവരെയും കേൾക്കാനുള്ള ഒരു ഹൃദയം നൽകണമേ എന്നാണ് സത്യത്തിൽ ശലോമോന് വേണ്ടി ദാവീദ് പ്രാർത്ഥിച്ചതും ശലോമോൻ്റെ പ്രാർത്ഥനയും അതുതന്നെയായിരുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിത പരിസരങ്ങളിൽ അത്യന്താപേക്ഷിതമായി നമുക്കുണ്ടാകേണ്ടതാണ് എല്ലാവരെയും കേൾക്കുവാൻ ഇടയാവുക എന്നുള്ളത്. നമ്മുടെ കർത്താവ് എല്ലാ മനുഷ്യരെയും കേട്ടയാളാണ്. ഞാൻ നേരത്തെ അത് പറഞ്ഞു. നമ്മുടെ കർത്താവ് പരിസരങ്ങളെ കേൾക്കുന്ന മനുഷ്യർക്കാണ് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തത്. 3 ഉദാഹരണങ്ങൾ പറയാം. പരിസരങ്ങളെ നിങ്ങൾ കേട്ടാൽ, പരിസരങ്ങൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. ഒന്നാമത് പറഞ്ഞ ഇങ്ങനെയാണ്: എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ദാഹിച്ചു, കുടിപ്പാൻ തന്നു. നഗ്നനായിരുന്നു, ധരിപ്പിച്ചു. കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്നു കണ്ടു. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് വലത്തുഭാഗവും സ്വർഗരാജ്യവും ഒക്കെ കിട്ടിയത്? അവർ വെറുതെ താഴെ നോക്കിയല്ല നടന്നത്, മുകളിലും നോക്കിയല്ല. താഴെയും മുകളിലും നോക്കുന്നതിനോടൊപ്പം അവരെവിടെയും കൂടെ നോക്കി, പരിസരങ്ങളിലും അവർ നോക്കി. അതുകൊണ്ടാണ് വിശന്നിരിക്കുന്നവനെ കണ്ടത്, ദാഹിച്ചവനെ കണ്ടത്, നഗ്നനെ കണ്ടത്, കാരാഗ്രഹത്തിലാകുന്നവനെ കണ്ടത്. പ്രിയമുള്ളവരെ, മുകളിലേക്കും താഴേക്കും നോക്കി മാത്രം ജീവിക്കാൻ നമ്മൾ കരുതിയ ഒരു ആത്മീയ ജീവിത ചുറ്റുപാടും പരിസരവുമാണ്. യേശുക്രിസ്തു പറഞ്ഞത് പരിസരങ്ങളിൽ കൂടെ നോക്കുവാൻ ഇടയാകണമെന്നാണ്. രണ്ടാമത് വീണ്ടും ഒരു ഉദാഹരണമുണ്ട്. അത് നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിലാണ് യേശുക്രിസ്തു പറഞ്ഞത്. നിങ്ങൾ പരിസരം കൂടെ നോക്കിപ്പോണമെന്ന്. പുരോഹിതൻ പള്ളിയിൽ പോകുന്നത് മാത്രം കണ്ടു പോവുകയാണ്. ബാക്കിയുള്ള മനുഷ്യരും അവരുടെ ജോലി മാത്രം ശ്രദ്ധിച്ചു പോവുകയാണ്. എന്നാൽ ശമരിയാക്കാരനാണ്, അന്യജാതിക്കാരനായ ഒരു മനുഷ്യനാണ്. അവൻ പരിസരം കൂടെ നോക്കിയാണ് പോയത്. അപ്പോഴാണ് അർത്ഥപ്രാണനായി ഒരു മനുഷ്യനെ കണ്ടിട്ട് പോയത്. അവനെ വഹിച്ചുകൊണ്ട് പോകുവാൻ തക്കോണമുള്ള മനസ്സ് ഉണ്ടായത്. പരിസരം നോക്കുന്നവർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുന്നതെന്ന് രണ്ടാമത് കർത്താവ് പറഞ്ഞു. വീണ്ടും ഒരിടത്തൂടെ പറയുന്നുണ്ട്. അത് വേറെ എങ്ങുമല്ല, ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലാണ്. ഈ 3 കാര്യത്തിനും അങ്ങനെ ഒരു വായനയുണ്ട് എന്ന് ചിന്തിച്ചു കൊള്ളണം. ധനവാന്റെയും ലാസറിൻ്റെ ഉപമയിലും നമ്മുടെ കർത്താവ് പറഞ്ഞ എന്താണ്? ആ ദരിദ്രൻ മരിച്ചു, അവൻ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോയി. ധനവാൻ പാതാളത്തിൽ അതിവേദനപ്പെടുകയാണ്. കാരണം എന്താണ്? നിന്റെ ഭക്ഷണമേശയെങ്കിൽ ഒരു മനുഷ്യൻ പ്രയാസപ്പെടുന്നത് നീ കണ്ടില്ല. അതാണ് നിന്റെ കുഴപ്പം. പ്രിയമുള്ളവരെ, പരിസരങ്ങൾ നോക്കുന്നവർക്ക് കൂടെയാണ് സ്വർഗരാജ്യം അവകാശപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ ഇടയാണ്. നമ്മൾ പരിസരങ്ങളെ കൂടെ നോക്കുവാൻ ഇടയാവുക എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. പരിസരങ്ങളെ വീക്ഷിക്കുവാൻ ഇടയാവുക. ദാവീദ് രാജാവ് തൻ്റെ മകനു വേണ്ടിയും ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ അതാണ്: പരിസരങ്ങളെ അവർ കാണുവാൻ ഇടയാകണമേ, എല്ലാവരെയും കേൾക്കുവാൻ ഇടയാകണമേ എന്ന്. നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ നിന്ന് നാം നനയ്ക്കാത്ത നേരത്തെ ഇവിടെ നിന്നൊക്കെ കടന്നു പോകും. അതുകൊണ്ട് നമ്മൾ ഈ കഷ്ടപ്പാടുകളെല്ലാം അക്നോളജ് ചെയ്യുക എന്നുള്ളത് പ്രധാനമായിരിക്കണം. നമ്മുടെ ജീവിത വളർച്ചയിൽ, ജീവിതയാത്ര ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒത്തിരി മനുഷ്യർ നമുക്ക് താങ്ങും തണലും അഭയവും ഒക്കെയായി നിന്നിട്ടുണ്ട്. ആരും നൂലെ കെട്ടി ഇറക്കിയ പോലെ ഇന്നിൻ്റെ സൗഭാഗ്യങ്ങളിലേക്കൊന്നും വന്നു വീണതൊന്നും അല്ല. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ആരുടെയെങ്കിലുമൊക്കെ നിഴൽ വീണ് കിടപ്പുണ്ട്. അതെപ്പോഴും ഓർത്തുകൊള്ളണം. ഒത്തിരി മനുഷ്യരുടെ നിഴൽ വീണ് കിടക്കുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുള്ളത് ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലുമൊക്കെ അക്നോളജ് ചെയ്ത് പോകാൻ തക്കോണം പറ്റണം. ആൻ ഫ്രാങ്കിൻ്റെ ഒരു കുറിപ്പുണ്ട്. അതിങ്ങനെയാണ്: എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യർക്കും ഒരു പുഷ്പങ്ങളും ആരും കൊടുക്കാറില്ല? ഏതെങ്കിലും മനുഷ്യർക്ക് ജീവിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും ഒരു റോസാപ്പൂ പറിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട്? നമ്മൾ കാണുന്നില്ല. നമ്മൾ ഈ സ്വാഗതമൊക്കെ നടക്കുന്ന സമയത്ത് വേദിയിലിരിക്കുന്നവർക്കൊക്കെ കൊണ്ടു കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ നമ്മൾ വേറെയുള്ള നമ്മുടെ ജീവിത പരിസരങ്ങളിൽ അനുദിനം പരിചയപ്പെടുന്ന ഒരു മനുഷ്യനും നമ്മളൊരു പുഷ്പങ്ങളും കൊടുക്കാറില്ല. എന്നാൽ മരണം അടുത്ത് അവർ ഈ ലോക ജീവിതത്തിൽ നിന്ന് കടന്നു പോയി കഴിയുമ്പോൾ ഒരു പൂവിന് പകരം 19 പൂ ഒരുമിച്ച് കെട്ടിക്കൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്ന്
ഇട്ടുകൊടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ആ കുറിപ്പിനകത്ത് പറയുന്നത് വേറെ ഒന്നുമില്ല. ഇത് സത്യത്തിൽ മനോവേദന കൊണ്ടാണ്. ജീവിച്ചിരുന്നപ്പോൾ അവർക്കൊരു പുഷ്പം പോലും കൊടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം അലട്ടുന്നത് കൊണ്ടാണ് ഇപ്രകാരം ഇങ്ങനെ പുഷ്പങ്ങളുടെ ഒരു കെട്ട് തന്നെ അവർക്ക് കൊണ്ടുവന്ന് നമ്മൾ അവരുടെ മൃതശരീരത്തിലെങ്കിലും സമർപ്പിക്കുന്നതെന്ന്. ആവർത്തിച്ച് വായിക്കുമ്പോൾ സത്യത്തിൽ അത് ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാൻ തക്കവണ്ണം നമുക്കും ഇടയാകും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പരിസരങ്ങളെ കേൾക്കുക, കാണുന്ന മനുഷ്യരെ അവർ ചെയ്ത ചെറിയ നന്മ പ്രവൃത്തികളാണെങ്കിൽ പോലും അതിനെ അക്നോളജ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളൊരു കഥയായിരിക്കും. 1989 മാധവിക്കുട്ടി എഴുതിയ ഒരു കഥയാണ് നെയ്പായസം എന്ന് പറയുന്ന ഒരു കഥ. ആ കഥയ്ക്ക് ഒത്തിരി അർത്ഥങ്ങളുള്ളതാണ്. എങ്കിലും അത് വായിച്ച് മുഴുവനും കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് ഇങ്ങനെ പൊഴിയും. അതിന് വേറെ കാരണമൊന്നുമില്ല. അതിനകത്ത് നമ്മൾ കാണുന്നത് ഒരു ജോലിക്കാരനായ ഒരു ഭർത്താവ്, അദ്ദേഹത്തിന് ഒരു ഭാര്യയും 3 മക്കളും ഉണ്ട്. ഈ ഭാര്യയുടെ പ്രകൃതം എന്ന് പറയുന്നത് രാവിലെ മുതൽ പകലന്തിയോളം വീടുകളിൽ ഇങ്ങനെ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് ജോലിക്ക് പോകുന്നു, തിരികെ വരുമ്പോഴും ഭാര്യയുടെ ജോലിക്ക് അവസാനം ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം വൈകിട്ട് വരുമ്പോൾ ഒരു ചൂലുംകെട്ടിൻ്റെ അരികിൽ ഈ ഭാര്യ ഇങ്ങനെ പിളർന്ന് കിടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ 3 അടുത്ത് ഇരിക്കുന്നുമുണ്ട്. ഒരു വിധത്തിൽ വാതിലൊക്കെ തള്ളി തുറന്ന് അകത്ത് കയറി നോക്കുമ്പോൾ വിളിച്ചു നോക്കിയിട്ടൊന്നും ഒരു അനക്കവും ഇല്ല. വളരെ വേഗം ഒരു റിക്ഷ സംഘടിപ്പിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹൃദയസ്തംഭനമായിരുന്നു, മരിച്ചിട്ട് 1.5 മണിക്കൂറായി എന്ന് പറഞ്ഞു. ഈ മനുഷ്യന് നിൽക്കുന്ന ഇടം ഇങ്ങനെ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന അനുഭവമാണ്. സത്യത്തിൽ അവരോട് ദേഷ്യം തോന്നി എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്ത്രീയോട് ദേഷ്യം തോന്നി. കാരണം പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളെ തന്നിട്ട് അവള് യാത്രയായി. ഞാൻ ഇനി എന്ത് ചെയ്യും? ഈ മനുഷ്യന് വലിയ ദേഷ്യമായി. എന്നിട്ടും ഈ മനുഷ്യൻ കുഞ്ഞുങ്ങളെ ഒന്നും കൂട്ടാതെ ശവദാഹമൊക്കെ കഴിഞ്ഞിട്ട് നന്നേ രാത്രിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് വാതിൽ തുറക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ക്ഷീണിച്ചുറങ്ങി. അവരൊന്നും കഴിച്ചിട്ടില്ല, അവർ ക്ഷീണിച്ചുറങ്ങി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് കുഞ്ഞുങ്ങൾ എണീറ്റു. അമ്മ എന്തെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു രാത്രിയെങ്കിലും അവരുടെ അമ്മ നഷ്ടമായി പോയതറിയാതെ അവർ സുഖമായിരിക്കട്ടെ എന്ന് ചിന്തിച്ച് പറയുന്നില്ല. അമ്മ മരിച്ചുപോയെന്ന് പറയുന്നില്ല. കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഭക്ഷണം ഉണ്ടാക്കാണ്ടൊക്കെ അടുക്കളയിലേക്ക് ഈ മനുഷ്യൻ പോകുന്നുണ്ട്. അടുക്കളയിലേക്ക് പോകുമ്പോഴാണ് കാണുന്നത്, ഒരു പാത്രത്തിൽ ചോറിരിക്കുന്നു, വേറൊരു പാത്രത്തിൽ ചപ്പാത്തി ഇരിക്കുന്നു, വേറൊരു പാത്രത്തിൽ അവിയലിരിക്കുന്നു. ഇങ്ങനെ എല്ലാം അടച്ചടച്ച് വെച്ചിരിക്കുകയാണ്. ഉടനെ ഉള്ളതിൽ ഏറ്റവും ഇളയ കുഞ്ഞു പോയി ഒരു സ്ഫടിക പാത്രം കയ്യിലെടുക്കുന്നുണ്ട്. സ്ഫടിക പാത്രം കയ്യിലെടുത്ത് അതിലേക്ക് വിരലിട്ട് വായിലേക്ക് വെക്കും. എന്നിട്ട് പറയും, ഹായ് നെയ്പായസം എന്ന് പറയും. ബാക്കിയുള്ള കുഞ്ഞുങ്ങളും അതിൽ നിന്ന് ഉടനെ നുണയുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഉടനെ ചേർന്ന് പറയുന്നുണ്ട്, അമ്മ ഉണ്ടാക്കിയ നെയ്പായസത്തിന് എന്ത് രുചിയാണ്, അമ്മ എന്തുണ്ടാക്കിയാലും അതിനെല്ലാം വലിയ രുചിയാണ്. സത്യത്തിൽ ഇത് കേൾക്കുന്ന ഉടനെ ഈ മനുഷ്യൻ കുളിമുറിയിലേക്ക് പോയി നേരെ വാതിലടയ്ക്കുന്നതിലാണ് ഈ കഥ അവസാനിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ജീവിച്ചിരുന്നപ്പോൾ അവരിങ്ങനെ ഊതി ഉണ്ടാക്കിയ ഒരു ഭക്ഷണത്തെ പറ്റിയും ഒരു നല്ല അഭിപ്രായം പോലും പറയുവാൻ സാധ്യമായില്ലല്ലോ എന്നുള്ള സങ്കടമാണ് അദ്ദേഹത്തെ ഉമിത്തിയിലിട്ട് നീറ്റുന്നത് പോലെ ഇങ്ങനെ നീറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലത് കാണുമ്പോൾ നല്ലതാണെന്ന് പറയാൻ സാധിക്കുക എന്നത് പ്രധാനമാണ്. നല്ലത് കാണുമ്പോൾ നല്ലതാണെന്ന് പറയാത്തവൻ മനുഷ്യനല്ല. അതെപ്പോഴും തിരിച്ചറിഞ്ഞു കൊള്ളണം. നല്ലത് കാണുമ്പോൾ നല്ലതാണെന്ന് പറയുവാൻ ഇടയാകണം. ചിലതിനെയൊക്കെ അക്നോളജ് ചെയ്ത് കടന്നു പോകാൻ നമുക്കിടയാവണം. കണ്ടില്ല എന്ന് വെച്ച് നടന്നു പോകരുത്. പിന്നീട് തിരുത്തൽ വരുത്താൻ തക്കവണ്ണം സാധ്യമാകാത്ത ചില അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും. നമ്മളോടൊന്നും പറയാതെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കടന്നുപോയി എന്ന് വരാം. അന്ന് വിഷമിച്ചിട്ടും വ്യസനിച്ചിട്ടും കാര്യം ഉണ്ടാവുകയില്ല. 3-ാമത്തെ ഭാഗവും അവിടെ അവസാനിപ്പിക്കുകയാണ്. 4-ാമതായി ഏറ്റവും അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ദാവീദ് രാജാവ് തൻ്റെ മകന് വേണ്ടിയും ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. യഹോവയാം ദൈവമേ, ഈ ബോധവും വിചാരങ്ങളും ഒന്നും അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നാളും നീക്കിക്കളയരുതേ. അവിടെ ഈ ഒരു നാളും എന്ന് ഉപയോഗിക്കുന്ന പദത്തിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ അതേ മലയാളീകരണം സംഭവിച്ചാൽ അങ്ങനെ ഒരു നാളും എന്നല്ല, ദിനംതോറും എന്നുള്ള വാക്കാണ്. ദിനംതോറും അവരുടെ മനസ്സിൽ നിന്ന് ഇതൊന്നും നീ നീക്കിക്കളയരുതേ എന്നാണ് പറയുന്നത്. ഓരോ ദിവസവും അവരിത് ഓർത്തുകൊണ്ടേയിരിക്കണം. ഈ 4 കാര്യങ്ങളും ഓർത്തുകൊണ്ടേയിരിക്കണം. അപ്പം 4-ാമതായി അവരുടെ മനസ്സിൽ ഉണ്ടാകേണ്ട കാര്യമായി ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചത് എന്താണ്? അത് വേറെ ഒന്നുമല്ല, ദിനവൃത്താന്തം 1-ാം പുസ്തകം 28-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ രേഖപ്പെടുത്തലുണ്ട്. 28-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നീയോ എൻ്റെ മകനെ
ശലോമോനെ, നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. അപ്പം തൻ്റെ മകനെ പറ്റിയുള്ള ദാവീദിൻ്റെ വലിയ സ്വപ്നമാണ്. ദാവീദിൻ്റെ വലിയ സ്വപ്നം എന്താണ്? ദാവീദിൻ്റെ വലിയ സ്വപ്നം വേറെ ഒന്നുമല്ല, തൻ്റെ മകന് 2-3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നാമതായി വേണ്ടത്, അവൻ സ്ഥിരതയോടെ ജീവിക്കുന്നവനാകണം. സ്ഥിരത വേണം. രണ്ടാമതായി ആ പ്രാർത്ഥന പറയണം, അവന് വിശ്വാസം വേണം. വിശ്വാസം അവനുണ്ടാകണം. മൂന്നാമതായി പറയുകയാണ്, അവൻ ദൈവത്തെ അന്വേഷിക്കണം. ഈ 3 കാര്യങ്ങളും വേണം. അവന് സ്ഥിരത വേണം. ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഭക്തി ജീവിതത്തിൽ പ്രധാനമായി. നമ്മളുടെയൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ സാധാരണ പറയാറുള്ളത് പോലെ, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അമ്മമാരെ ഭൂരിഭാഗം പേരെയും ഈ ദേവാലയത്തിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്നവരായിരിക്കും. നിങ്ങളാദ്യം ഈ ദേവാലയത്തിനുള്ളിലേക്ക്, ഇത്രയും പ്രാചീനമായ ഒരു ദേവാലയത്തിനുള്ളിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും നിങ്ങളുടെ വീടും ആ ജീവിത ചുറ്റുപാടും പരിസരവും ഒക്കെ മാറി ഈ ദേവാലയത്തിൽ വന്നതിൻ്റെ ഒരു അപരിചിതത്വം ഉള്ളത് കൊണ്ട് തന്നെ ഈ പള്ളിക്കുള്ളിൽ നിൽക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് ആദ്യം വന്നപ്പോഴൊക്കെ ഭയമായിരുന്നു. എന്നാൽ പോകെ 1-2 മാസങ്ങൾ 1-2 വർഷങ്ങളൊക്കെ പിന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഭയം ക്രമേണ അതിപരിചയത്വം കൊണ്ട് കുറഞ്ഞു പോകുന്നുണ്ട്. സത്യത്തിൽ ഈ കാലത്തെ എല്ലാ മനുഷ്യരുടെയും വീഴ്ചയുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, വീഴ്ചയുടെ കാരണം അതിപരിചയത്വം കൊണ്ട് നമ്മൾ ചവിട്ടി നിൽക്കുന്ന സ്ഥലങ്ങളുടെ പ്രാധാന്യം മറന്നുപോയി എന്നുള്ളതാണ് നമ്മുടെ കാലത്തെ മനുഷ്യരുടെ വീഴ്ചകൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, വീഴ്ചകൾക്കുള്ള ആധാരം. അതിപരിചയത്വമായി പോയി. എല്ലാ സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ കൂടുതൽ ഇടപഴകി നമുക്ക് അതിനോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ അറിയാതെ നഷ്ടമായിപ്പോയി. സ്ഥിരത ജീവിതത്തിലുണ്ട്. ഭക്തി ജീവിതത്തിൽ ഈ സ്ഥിരത നിലനിർത്തണം. രണ്ടാമതായി വേണ്ടത് എന്താണ്? അത് വിശ്വാസമാണ്. അവിടെ ഇതുകൊണ്ടാണ് പറഞ്ഞത്, യഹോവയാം ദൈവത്തിലുള്ളവൻ്റെ വിശ്വാസം ഒരു നാളും അന്യമായി പോകരുത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ തലയ്ക്ക് മുകളിൽ ദൈവം ഉണ്ടെന്നുള്ള ചിന്തയൊന്നുമല്ല. തലയ്ക്ക് മുകളിൽ ദൈവം ഉണ്ടെന്ന് പിശാചിന് വരെ അറിയാം തലയ്ക്ക് മുകളിൽ ദൈവം ഉണ്ടെന്ന്. എന്നെ പൊതിഞ്ഞു നിൽക്കുന്ന സ്നേഹ സാന്നിധ്യമാണ് ദൈവം. എരിവെയിലാണെങ്കിൽ തണലായി അവൻ കൂടെ ഉണ്ടാകും, ഇരുട്ടാണെങ്കിൽ പ്രകാശമായി അവൻ കൂടെ ഉണ്ടാകും. അതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. ആ ഒരു വിശ്വാസത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. സ്ഥിരതയും വിശ്വാസവും. മൂന്നാമതായി ഉള്ളത് വിശ്വസ്തതയാണ്. വിശ്വസ്തതയോടെ അന്വേഷിക്കാൻ, ലോയലിറ്റി. ഇതെല്ലാ ഇടങ്ങളിലും ഉണ്ടാകണം. നമ്മുടെ കുടുംബജീവിതങ്ങളാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിലും നമ്മളെ ഏൽപ്പിക്കുന്ന നിയോഗങ്ങളിലാണെങ്കിലും എല്ലാം വിശ്വസ്തരായിരിക്കുക. കഴിവൊന്നുമല്ല നമ്മളെ ഓരോ നിയോഗങ്ങൾ ലഭിക്കുന്നതിൻ്റെ മാനദണ്ഡം. ചിന്തിച്ചോണം. കഴിവുള്ള ഒത്തിരി മനുഷ്യർ വെളിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. കഴിവൊന്നുമല്ല, വിശ്വസ്തരാണോ എന്നുള്ളതാണ്. വിശ്വസ്തരാണോ, അവരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ അവർ വിശ്വസ്തരാണോ എന്നുള്ളതാണ് പ്രധാനം. എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. വിശ്വസ്തയോടും വിശ്വാസത്തോടും സ്ഥിരതയോടും ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കവണ്ണം ഇടയാവുക. ചിലയിടങ്ങളിൽ നിന്നൊക്കെ തല ഉയർത്തി പിന്മാറാൻ തക്കവണ്ണം നമുക്ക് പറ്റണം. നമ്മുടെ കർത്താവും പറഞ്ഞ അതാണ്. ചില മനുഷ്യർ വിചാരിക്കും, ചില ബലഹീനതകളൊക്കെ ജീവിതത്തിൽ കാണും. ആ ബലഹീനതകളൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും, ആ ബലഹീനതകളെയൊക്കെ ഞാൻ ജയിക്കും, ഞാൻ ക്രമേണ കുറച്ചുകൊണ്ട് വരുമെന്നൊക്കെ വിചാരിക്കും. ബലഹീനതകളൊക്കെ ക്രമേണ കുറച്ചുകൊണ്ട് വരാമെന്നൊക്കെ വിചാരിക്കുന്ന മനുഷ്യരുണ്ട്. ചില ഇടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോവുക എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മുടെ പ്രാർത്ഥനയിലും ഉള്ളതാണ്. 2 ഇടങ്ങളിലുണ്ട്. മാമോദീസായിലും വിശുദ്ധ വിവാഹ കൂദാശയിലും പറഞ്ഞു. നമ്മുടെ കർത്താവും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞ് സർപ്പത്തെ പോലാവാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പാമ്പിൻ്റെ പ്രത്യേകത, മനുഷ്യരുള്ള സ്ഥലത്തൂടെ എല്ലാം കൂടെ അതങ്ങ് ഇഴയത്തില്ല. അതിനറിയാം, പോയാൽ ചിലപ്പോൾ അതിൻ്റെ തല പോകുമെന്നറിയാം. അതുകൊണ്ട് അതിൻ്റെ തല പിൻവലിച്ച് അത് വലിയുക എന്നുള്ളതാണ്. ഇതുതന്നെയാണ് യഥാർത്ഥ ആത്മീയൻ്റെയും ലക്ഷണം. പാപം നമ്മളെ വിഴുങ്ങുമെന്ന് കാണുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ അങ്ങ് രക്ഷപ്പെട്ട് ഓടിക്കളയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധമാകുന്ന മാമോദീസ കൂദാശയിൽ രഹസ്യ പ്രാർത്ഥനയിൽ വളരെ ഭംഗിയായി പറയുന്നുണ്ട്, ഇവൻ നിന്റെ ജീവവഴികളിലേക്ക് തന്നെ ഓടി മാറുമാറാകണമേ. നമ്മുടെ ആരാധനയിലുള്ളതാണ്. വിവാഹ കൂദാശയിലും ഉണ്ട്. വിവാഹ കൂദാശയിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താൻ്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും സംയോജിപ്പിച്ചു കൊള്ളണമേ.
ചില സ്ഥലത്തൊന്നും നമുക്ക് വഴക്കിട്ട് മല്ലിട്ട് നിൽക്കാൻ പറ്റത്തില്ല. നമ്മളവിടുന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. ചിലയിടങ്ങളിലൊക്കെ മല്ലിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചാൽ അത് നമ്മളെ വിഴുങ്ങിക്കളയും. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ വിശുദ്ധിയും നമുക്ക് നൽകിയ നിർമ്മലതയും അതൊക്കെ നിലനിർത്തി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദാവീദ് രാജാവ് തൻ്റെ മകന് വേണ്ടി ദൈവസന്നിധിയിൽ നടത്തിയ പ്രാർത്ഥനയാണ് ദിനവൃത്താന്തം 1-ാം പുസ്തകം 28-29 അധ്യായങ്ങളിലുള്ളത്. അവിടെ ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥന ഇത് മാത്രമായിരുന്നു: ദൈവമേ, ദിനംതോറും ഈ വിചാരങ്ങളും ബോധ്യങ്ങളും ഒന്നും എൻ്റെ മകൻ്റെയും ഈ ജനത്തിൻ്റെയും ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയരുതേ. 4 ബോധ്യങ്ങൾ അവർക്കുണ്ടാകണമെന്നാണ് ദാവീദ് ആഗ്രഹിച്ചത്. 1, അവരവരുടെ ക്ഷണീകതയെ, നിസ്സാരതയെ തിരിച്ചറിയണം. നമ്മളെല്ലാം നമ്മുടെ നിസ്സാരതകളെ തിരിച്ചറിയണം, അത് പ്രധാനമാണ്. രണ്ടാമതായി വേണ്ടത് ഹൃദയപൂർവ്വം ജീവിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി ദാവീദ് സ്വപ്നം കണ്ടത് അവർ പരിസരങ്ങളെല്ലാം കേൾക്കുന്നവരാകണം. നാലാമതായി അവർ വിശ്വാസത്തോടും വിശ്വസ്തയോടും സ്ഥിരതയോടും ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിലെ 4 തൂണുകളാണിത്. അവയൊക്കെയും അതേപടി നിലനിർത്താൻ തക്കവണ്ണം ദൈവം നമുക്ക് സഹായവും സംരക്ഷണവും വരവും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ സന്ധ്യയിൽ നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ഇടയാക്കിയ ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക് നന്ദി അർപ്പിച്ച് ഇവിടേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട എല്ലാ വൈദികരോടുമുള്ള സ്നേഹമറിയിച്ച് ശ്രദ്ധയോടെ കേൾക്കുന്ന നിങ്ങളോടുള്ള നന്ദി അറിയിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.